റിസർച്ച് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചാര്യവാഗ്വിലാസഹ മാസപ്രവചന മത്സരി എന്ന പേരിൽ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി ഇന്നത്തെ ഈ പ്രഭാഷണ പരിപാടിയിലേക്ക് വേദാന്ത വിഭാഗ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നാരായണൻ മാഷിനെ റിസർച്ച് ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ ആരംഭം കുറിക്കാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വേദാന്ത വിഭാഗം മുൻ അധ്യാപകനും കേരള കലാമണ്ഡലം രജിസ്ട്രാറുമായിരുന്ന ഡോക്ടർ കെ സുന്ദരേശൻ മാഷിനെ ബഹുമാനത്തോടുകൂടി ഇന്നത്തെ ഈ കാര്യക്രമത്തിലേക്ക് റിസർച്ച് ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സാറിനെ റിസർച്ച് ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാഷണ പരമ്പരയിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും റിസർച്ച് ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഗവേഷകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഔപചാരികതകൾ ഒന്നുമില്ല എങ്കിൽ തുടങ്ങാമല്ലേ? ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേരിൽ ഈ ഒരു പ്രഭാഷണ പരമ്പരയുടെ തുടക്കം കുറിക്കാൻ സാധിച്ചതിനുള്ള അത്യാഹ്ലാദം കൂടി ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വിചാരിക്കുകയാണ്. നമുക്ക് ഒരു വേദാന്ത വിഭാഗത്തിൽപ്പെട്ട ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മളതിന്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. രസാനുഭവത്തിന്റെ പ്രത്യഭിജ്ഞ എന്നതാണ് ആ ശീർഷകം. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രസാനുഭവം, അതിന്റെ പ്രത്യഭിജ്ഞ എന്നത്. അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തിയതിന്റെ ഒരു ചെറിയ പിന്നാമ്പുറം കൂടി പറഞ്ഞു തുടങ്ങിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് അതുകൂടെ പറയുക. ഒരു ചെറിയ ചരിത്രം, മറ്റൊന്നുമല്ല. തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ വേദാന്ത വിഭാഗത്തിലെ അധ്യാപകനായിരിക്കുമ്പോഴാണ് 2010 കേരള കലാമണ്ഡലത്തിലേക്ക് രജിസ്ട്രാറായി പോകുന്നത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ അവിടെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളായിട്ടുള്ള കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയിട്ടുള്ള രംഗാവതരണ കലകളും മറ്റ് വാദ്യ കലകളും ഒക്കെ ഉണ്ട്. ഇവരുടെ MPhil PhD പ്രോഗ്രാമുകൾ അവർക്ക് തുടക്കമായിരുന്നു ആ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ അവർക്ക് MAക്കും ഒക്കെ തന്നെ നാട്യശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട പാഠ്യ ഭാഗമായിരുന്നു. കാരണം അവർക്ക് വേണമല്ലോ. അപ്പോഴാണ് സംസ്കൃത അധ്യാപകനായി ഞാൻ അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് അല്പം നാട്യശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാമെന്ന ഒരു ധാരണയിൽ അതിലേക്ക് എത്തുമ്പോഴാണ് വാസ്തവത്തിൽ രസസൂത്രത്തെ പരിചയപ്പെടാനിടയാവുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നാട്യശാസ്ത്രത്തിലെ നല്ല പ്രധാനപ്പെട്ട അതിന്റെ ആണിക്കല്ലെന്ന് വേണമെങ്കിൽ പറയാവുന്നതായിട്ടുള്ള ഒരു സിദ്ധാന്തത്തെ നമുക്കറിയാവുന്നതാണ് രസ. അപ്പൊ ഈ രസത്തെ എങ്ങനെയൊക്കെ ആണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതെന്നും നമുക്കറിയാവുന്നതാണ്. വിഭാവ, അനുഭാവ, വ്യഭിചാരിഭാവ സംയോഗാത് രസനിഷ്പത്തി, ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ വിഭാവം, അനുഭാവം, വ്യഭിചാരിഭാവം എന്നിവ സ്ഥായി ഭാവവുമായി ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ് രസം എന്നതാണ് ആ പ്രയോഗം. മലയാളത്തിൽ അങ്ങനെ ആക്കിയാൽ. പക്ഷെ ഈ നിഷ്പത്തി പദത്തെ പല പ്രകാരേണ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഉണ്ടാകുന്നത്, ഉളവാകുന്നത്, അപ്പൊ അതുപോലെ തന്നെ അത് അനുകരിക്കപ്പെടുന്നത്, ഇതിനെയൊക്കെ പല പല വ്യാഖ്യാനങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. ഭുക്തി, ഭുജിക്കപ്പെടുന്നത്, ഭുക്തിവാദം, അനുകൃതിവാദം തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ ഈ അഭിവ്യക്തിയെ അഭിവ്യക്തി എന്നത് പിന്നീട് വരികയാണ്. രസനിഷ്പത്തി എന്നുള്ള ആ പദത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്പന്നമാകുന്നത് എന്ന പദത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളായി വരുന്നുണ്ട്. ഉണ്ടാകുന്നതാണ്, അത് അനുകരിക്കപ്പെടുന്നതാണ് തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. കല്ലടൻ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ആ വിഷയത്തിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ആ സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ നമുക്കറിയാവുന്നതുപോലെ അഭിനവ് ഗുപ്താചാര്യൻ നാട്യ അഭിനവ ഭാരതി നിങ്ങൾക്കറിയല്ലോ. അപ്പൊ അഭിനവ ഭാരതി എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ സൂത്രത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുക
നിഷ്പത്തി എന്ന പദത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അഭിവ്യക്തി എന്ന അർത്ഥത്തിലാണ്. അഭിവ്യക്തമാകുന്നത് എന്ന അർത്ഥം. അപ്പോ അഭിവ്യക്തമാകുക എന്നതിന്റെ അർത്ഥം അവിടെ നിലവിൽ അതുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റേതെങ്കിലും ഒന്നിന്റെ സഹായത്തോടു കൂടിയായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്ബോധകത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു ആശയം, അപ്പൊ യഥാർത്ഥത്തിൽ അപ്പോ രസം എന്നതിനെ തെളിഞ്ഞു വരുന്നത് എന്ന ആശയത്തിലാണ് അദ്ദേഹം, അഭിവ്യക്തമാകുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ആ അഭിവ്യക്തമാകുന്നതിന്റെ അർത്ഥം എന്നതുകൊണ്ട് വേറൊരു പ്രകാരത്തിൽ വർത്തിച്ചിരുന്നത് മറ്റൊരു രീതിയിൽ വെളിവാകപ്പെടുന്നു എന്നർത്ഥം. അഭിവ്യക്തമാകുന്നത്, അത് അങ്ങനെ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാൻ സഹായിച്ചത് അദ്ദേഹം കശ്മീർ ശൈവാദ്വൈതത്തെ പ്രയോഗിച്ച ആളെന്ന നിലയ്ക്കാണ്. അല്ലെങ്കിൽ കശ്മീർ ശൈവാദ്വൈതത്തിന് താത്വികമായ ഒരു അടിത്തറ ഉണ്ടാക്കിയ ആൾ എന്ന നിലയ്ക്കാണ്. ഞാനിപ്പോ ഈ പറയുന്ന പേപ്പർ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത മാസം നടക്കുന്ന അവിടെ നടക്കുന്നതായിട്ടുള്ള സെഷനിലും അവതരിപ്പിക്കുന്നു. പക്ഷെ അത് മറ്റൊരു രീതിയിലാണ്. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ രസാനുഭവത്തിന്റെ പ്രത്യേകിച്ച് എന്നതിലേക്ക് രസാനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ തിരിച്ചറിവ് സംബന്ധമായിട്ടുള്ള ഒരു തലത്തിലാണ് നമ്മളിപ്പോ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഉള്ളത് തന്നെയാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കപ്പെടാതിരുന്നതാണ് മറ്റൊരു ഉദ്ബോധകത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് അത് വെളിവാകപ്പെടുന്നു എന്ന തരത്തിലാണ്. അത് അങ്ങനെ വ്യാഖ്യാനിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ കശ്മീർ ശൈവാദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമായിട്ടുള്ള ഈശ്വര പ്രത്യഭിജ്ഞ അല്ലെങ്കിൽ പ്രത്യക്ഷം എന്നതായിട്ടുള്ള ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ ഈശ്വര പ്രത്യഭിജ്ഞ എന്നൊക്കെ ഉള്ളത് അതിനു മുമ്പ് ശൈവത്തിന്റെ ആരംഭമാണ്. ഏതാണ്ട് 9ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ അത് വരുന്നുണ്ട്. ഉൽപ്പലദേവാചാര്യന്റേതാണ് ഈശ്വര പ്രത്യഭിജ്ഞ കാരിക എന്ന് പറയുന്നൊരു പുസ്തകം. അതിനു മുമ്പ് തന്നെ ശൈവത്തിന്റെ ഒരു സൈദ്ധാന്തിക തലം രൂപപ്പെടുന്നുണ്ട്. ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു പോകാം. കശ്മീർ ശൈവാദ്വൈതം എന്നത് അദ്വൈത രൂപത്തിൽ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നത് അഭിനവ് ഗുപ്താചാര്യന്റെ തന്ത്രാലോകത്തിന്റെ പ്രയോഗത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹം ധാരാളം ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. മാലിനി വിജയതന്ത്രം, ഭൈരവതന്ത്രം, കുലാർണവം തുടങ്ങിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് അതിനു മുമ്പുണ്ടായിരുന്ന ശൈവ സമ്പ്രദായങ്ങൾ പ്രധാനമായും കുലം, ക്രമം, സ്പന്ദം, പ്രത്യഭിജ്ഞ. ഈ സ്പന്ദവും പ്രത്യഭിജ്ഞയും ഏതാണ്ട് 10-11 നൂറ്റാണ്ടുകളോടെയാണ് രൂപപ്പെട്ടു വരുന്നത്. അതിനു മുമ്പ് തന്നെയാണ് കുലവും ക്രമവും ആവിർഭൂതമായിട്ടുള്ളത്. അതിന് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പ്രധാനമായും ശിവദൃഷ്ടി, സോമദേവന്റെ ശിവദൃഷ്ടി, അതുപോലെ തന്നെ വാസുഗുപ്തൻ എന്ന് പറയുന്ന ഒരു ശൈവ താത്വികന്റെ സ്പന്ദകാരിക. ഒന്ന് ശിവദൃഷ്ടിയാണ്, മറ്റൊന്ന് സ്പന്ദകാരിക. ഈ ശിവദൃഷ്ടി അത് ശിവസൂത്രം എന്ന സങ്കല്പ രീതിയിലും അറിയപ്പെടും. അത് വാസുഗുപ്തന്റെ കാലമാണ്. അത് ഇവരുടെയൊക്കെ കാലം എന്താണ്? 9ാം നൂറ്റാണ്ടാണ്. 9ാം നൂറ്റാണ്ട് കാലത്താണ് ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത്. ശിവദൃഷ്ടിയും അതുപോലെ തന്നെ സ്പന്ദകാരികയും രൂപപ്പെട്ടു വരുന്നത്. ആചാര്യ സോമാനന്ദനും വസുഗുപ്തനുമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉൽപ്പലദേവന്റെ ഈശ്വര പ്രത്യഭിജ്ഞാകാരിക വരുന്നത്. അപ്പൊ ശൈവത്തിന്റെ ഒരു ആ ശൈവം എന്ന് പറയുന്ന ശിവൻ എന്നതായിട്ടുള്ള ഒരു സങ്കല്പത്തെ അത് പ്രപഞ്ചത്തിന്റെ ആവിർഭാവ കാരണമെന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഞാനത് ഇപ്പൊ പറയുന്നില്ല, കാരണം അത് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പോകാമെന്നുള്ളതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും രസത്തെ എങ്ങനെയാണ് ആ രസം ആവിർഭവിക്കുന്നത് എന്നതിന് അടിസ്ഥാനമായി ഈ ശൈവ ചിന്തയെ എങ്ങനെ അദ്ദേഹം സഹായമായി സ്വീകരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ രസത്തെ സംബന്ധിച്ചിടത്തോളം നാട്യശാസ്ത്രം അഥവാ നാട്യശാസ്ത്രകാരനായിട്ടുള്ള ഭരതമുനി
8 പറയുന്നത്. ആദ്യം പറയുന്ന 8 ആനന്ദം എന്നത് പിന്നീട് രൂപപ്പെട്ടതാണ്. അങ്ങനെയാണ് നവരസം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ നാട്യശാസ്ത്രത്തിൽ 8 പറയപ്പെടുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അത് വച്ചിട്ട് വേണമെങ്കിൽ അതിനെ മറ്റൊരു പ്രകാരമാണ് നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ ആനന്ദം എന്നത് ശരിക്കും പറഞ്ഞാൽ ഹൃദയ അന്തർനിഹിതമായതാണ് ആനന്ദം. അഥവാ കലാകാരനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ വ്യാഖ്യാനം അഭിനവഗുപ്താചാര്യൻ നിർവഹിക്കുന്നുണ്ട്. ആരാണ് കലാകാരൻ? ആ കലാകാരന്റെ ധർമ്മം എന്താണ്? കലാകാര ധർമ്മം എന്നത് നമ്മൾ കേട്ടിട്ടുള്ള കഥാരിസിസ് എന്ന് പറയുന്നതായ പാശ്ചാത്യമായ ഒരു ചിന്തയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഥാരിസിസ് അഥവാ വിമലീകരണം കലാതത്വചിന്തയിൽ പാശ്ചാത്യമായിട്ടുള്ള ഒരു സംഭാവനയായിട്ടാണ് അത് കാണുന്നത്. വിമലീകരണം എന്താ? മനസ്സിലെ മാലിന്യങ്ങളെയൊക്കെ അടിച്ചു പുറത്താക്കപ്പെടുന്നു എന്നതാണ് കലാസ്വാദനത്തിലൂടെ. അതാണ് കലയുടെ പരമമായ ധർമ്മമായി അവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അഭിനവഗുപ്താചാര്യൻ അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നേറുകയാണ്. എന്താണത്? കലാകാരന്റെ ധർമ്മം എന്നത് ആനന്ദം നിറയ്ക്കൽ ആണ് എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആനന്ദം നിറയ്ക്കുന്നത്, ലോകം മുഴുവൻ ആനന്ദം നിറയ്ക്കുന്നവനാണ് കലാകാരൻ എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന തത്വം. എങ്ങനെയാണത് അവതരിപ്പിക്കുന്നത് എന്നാണെങ്കിൽ, ഈ ഒരു കലാകാരന്റെ ആവിഷ്കാരം അത് ഏത് പ്രകാരേണയുള്ള ആവിഷ്കാരമാണെങ്കിൽ കൂടിയും ആ ആവിഷ്കാരം ആസ്വാദകനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവന്റെ ഹൃദയത്തിൽ ഒരു ചെറു ചലനമുണ്ടാക്കുമെങ്കിൽ അത് അവന്റെ ഹൃദയത്തിലെ ആനന്ദത്തെ തരളിതമാക്കാൻ പോകുന്നതാണ് എന്നതാണ് കാഴ്ചപ്പാട്. ഒന്നുകൂടെ വ്യക്തമാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മള് കലാകാര ധർമ്മം ലോകം മുഴുവൻ ആനന്ദം നിറയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ ചോദ്യം വരാം, എവിടെയാണ് ആനന്ദം നിൽക്കുന്നത്? എവിടെ നിന്നെടുത്താണ് ആനന്ദം നിറയ്ക്കുന്നതെന്ന് ചോദ്യം വരാം. തർക്കമൊന്നുമില്ല, എല്ലാവരുടെയും ഹൃദയാന്തർനിഹിതമായതാണ് ആനന്ദം. പക്ഷേ അതിനൊരു പ്രത്യേകത, അത് സ്വതവേ കട്ടിപിടിച്ചിരിക്കും, കട്ടയായിരിക്കും. അത് തരളിതമാക്കിയാലേ വഴിഞ്ഞൊഴു. നമ്മുടെ എല്ലാ ഹൃദയം അങ്ങനെയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ആനന്ദമുണ്ട്, പക്ഷെ അത് കട്ട പിടിച്ചിരിക്കുക. അത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ NSS വോളണ്ടിയേഴ്സിനെയും കൊണ്ട് ക്യാമ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു നടപടിക്രമം ഉണ്ടല്ലോ, മഞ്ഞുരുക്കൽ പ്രക്രിയ, ഐസ് ബ്രേക്കിംഗ് സെഷൻ. വാസ്തവത്തിൽ ആ ഐസ് ബ്രേക്കിംഗ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മള് ഒരു പുതിയ ഒരു ഇടത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ ആകെ കൂടി അതാര്യമായിരിക്കും, അടഞ്ഞിരിക്കും നമ്മുടെ മനസ്സ്. എങ്ങനെയാണ് ആ പ്രദേശം പുതിയതായിട്ടുള്ള ഒരാളിനെ പരിചയപ്പെടുന്ന സന്ദർഭത്തിൽ, പുതിയതായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ നമ്മൾ സാധാരണ നിലയിൽ, ചില ആളുകളൊക്കെ പെട്ടെന്ന് അങ്ങനെ ചേർന്നിട്ടുണ്ടാകാം, പക്ഷെ സാധാരണ നിലയിൽ അത്ര പെട്ടെന്ന് നമ്മുടെ ഹൃദയം തുറക്കാറില്ല എന്ന് നമുക്ക് കാണാം. അതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അത് ഒരു സങ്കല്പനമാണ് കേട്ടോ, ശൈവത്തിന്റെ ഒരു സങ്കല്പനമാണ്. നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ആനന്ദമുണ്ടെങ്കിലും സ്വതവേ അതിന്റെ നില കട്ട പിടിച്ചതാണെന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതായിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയാന്തർനിഹിതമായിട്ടുള്ള ആനന്ദത്തെ ഒന്ന് വഴിഞ്ഞൊടുക്കാൻ വേണ്ടി, പക്ഷെ നമ്മൾ അവിടെ അതൊന്നും പറയുന്നില്ലല്ലോ. മനസ്സിനെ ഒന്ന് എന്താ പറയാ, എല്ലാ വീരുമുഴുക്കങ്ങളും ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് അയഞ്ഞതാക്കാൻ വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ അതിന്റെ അവിടെ എടുക്കുന്ന ആശയം. പക്ഷെ ഞാനത് മനസ്സിലാക്കിയപ്പോൾ അതിന് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ആലോചിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോ അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്തെന്നാൽ, ആ കലാകാര ധർമ്മം ഇതാണ്. അപ്പൊ ഏതൊരു തരത്തിലുള്ളതായ ആവിഷ്കാരവും ആസ്വാദകനിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമെങ്കിൽ ആ ആവിഷ്കാരം സർഗാത്മകമായി എന്ന് പറയാം, അത് പുതിയതായി എന്ന് പറയാം, പുതുക്കമുള്ളതായി എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അത് ഏത് പ്രകാരേണയുള്ള ആവിഷ്കാരവുമാകാം, എങ്ങനെയുള്ളതാകാം, എഴുത്താകാം, വായന ആകാം. അതായത് ഒരാൾ ആസ്വദിക്കുന്ന ഏത് പ്രകാരേണയുള്ളതായ ആവിഷ്കാരവും
ആ ആവിഷ്കാരം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ അനുരണനം ഉണ്ടാകുമെങ്കിൽ, ഒരു സംഗീതം ആസ്വദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കലാരൂപം ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഹായ് എന്ന് ഒന്ന് ഉദീരണം ചെയ്യുമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നതായ, കട്ട പിടിച്ചിരുന്നതായിട്ടുള്ള ആനന്ദം വഴിഞ്ഞൊഴുകാൻ തുടങ്ങി എന്നതാണ്. വാനിലേക്കാണെങ്കിലോ ആസ്വാദകനും അവതാരകനും ഒരേപോലെ ഉണ്ടാകുന്നു. ഇത് അവതാരകൻ അല്ലെങ്കിൽ ആവിഷ്കർത്താവ് അയാളുടെ ആവിഷ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആസ്വാദകനിൽ ഈ തരത്തിലുള്ളതായ ഹൃദയാനന്ദം ഉണ്ടാകുമെങ്കിൽ അത് തിരിച്ചും വരാം. ആവിഷ്കാരകനിലും അത് സന്നിവേശിക്കാം. അയാളുടെയും ഹൃദയാനന്ദം തരളിതമാകുകയോ അത് വഴിഞ്ഞൊഴുകുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ 8 രസങ്ങളെ ആചാര്യൻ സൂചിപ്പിച്ചിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആനന്ദം എന്നത് ഹൃദയഭാവം എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഹാർദമായതാണ് എന്ന് പറയാം ആനന്ദം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എന്തായിട്ട് പറയാം? അത് വെളിയിലേക്ക് നമ്മൾ നമ്മുടെ നമ്മുടെ ഐന്ദ്രിയമായ ഇന്ദ്രിയ തലത്തിൽ നമുക്ക് ആസ്വദിക്കപ്പെടാവുന്ന വസ്തുതകളായി പുറത്തേക്ക് വരുന്നവയാണ്. അത് അപ്പോ ആനന്ദരൂപേണ ഹൃദയാന്തർനിഹിതമായിരുന്നു. അത് പുറത്തേക്ക് വന്നപ്പോ പല പ്രകാരത്തിൽ വെളിവായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ശൃംഗാരാദികളായിട്ടുള്ള രസങ്ങളൊക്കെ തന്നെയും രത്യാദികളായിട്ടുള്ള ഭാവത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ ആ രത്യാദികളായ ഭാവങ്ങൾ ഉൾപ്പെടെ ഹൃദയത്തിലെത്തുമ്പോഴേക്കും ഒന്ന് മാത്രമായി മാറും, ആനന്ദ രൂപത്തിലായി മാറും എന്നതാണ് ആ സങ്കല്പം. ഈ തരത്തില് എവിടെയും ഒരു വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒരു സങ്കല്പം ഞാൻ പറയുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മള് ധവളപ്രകാശത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. ധവളപ്രകാശം, ഈ ധവളപ്രകാശമാണ് പിന്നീട് വിബ്ജിയറായിട്ട് മാറുന്നതെന്നാണ് സങ്കല്പം അല്ലെ. 7 നിറത്തിലേക്ക് പുറത്തേക്ക് വരുന്നതെന്നാണ് കാണുന്നത്. പ്രശത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ എല്ലാം ഓറഞ്ച്, റെഡ് എന്ന നിലയിൽ വരും എന്ന് നമ്മൾ പറയും. അങ്ങനെ എങ്കിൽ വേണമെങ്കിൽ അപ്പൊ ഹൃദയാന്തർനിഹിതമായ ഈ ആനന്ദം മനസ്സിൽ തട്ടുമ്പോൾ, അതിന് തൊട്ടു മുമ്പുള്ള ആനന്ദത്തിന് തൊട്ടു മുമ്പുള്ളത് എന്താണ്? അത്ഭുതമാണ്. ഈ അത്ഭുതം എന്നത് മാനസികമാണ്. ആ മാനസികമായിട്ടുള്ള അത്ഭുതം അതിലേക്ക് ഇങ്ങോട്ട് തട്ടുമ്പോ മറ്റുള്ളവയെല്ലാം 7 എണ്ണം, ഞാനതൊരു ഒരു വെറും സങ്കല്പനമാണ് കേട്ടോ, ആ 7 എണ്ണം പുറത്തേക്ക് ചാടുന്നു. അല്ലെങ്കിൽ ആവിഷ്കാരകന്റെ മുഖഭാവങ്ങളിലൂടെ, അവന്റെ ആവിഷ്കാര രീതികളിലൂടെ രത്യാദികളായ ഭാവങ്ങൾ ശൃംഗാരാദികളായ രസമെന്ന നിലയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതിങ്ങനെ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അവിടെ ആചാര്യൻ യഥാർത്ഥത്തിൽ 8 എണ്ണമല്ലേ പറഞ്ഞിട്ടുള്ളൂ, 9ാമത്തേത് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഹൃദയഭാവം എന്ന രീതിയിൽ ഒരുപക്ഷെ അഭിനവഗുപ്താചാര്യൻ അത് മനസ്സിലാക്കിയിരുന്നിരിക്കാം. എന്തായാലും അഭിനയ ദർപ്പണം പോലെയുള്ള പിന്നീടുള്ള ഗ്രന്ഥങ്ങളിലാണ് നമ്മൾ ഈ നവരസങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നതും അതിനനുസൃതമായ ഭാവങ്ങളെ സങ്കല്പിക്കുന്നതും. ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് സൂചിക്കാം. അപ്പൊ എല്ലാം ഒരിടത്തേക്ക് എത്തുന്നു എന്നതായ സങ്കല്പം. അപ്പൊ നമുക്കറിയാമല്ലോ, ഇത് ഒരു സ്പെക്ട്രത്തിലിട്ട് കറക്കിയാൽ ഈ വിബ്ജിയർ വെള്ളയായി മാറും നമുക്കറിയാം. അങ്ങനെയാണോ? ഒറ്റ നിറമായിട്ട് മാറുന്നതായിട്ട് അറിയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ എല്ലാം ഓറഞ്ച് എന്ന് പറയുന്നത് സ്പെക്ട്രത്തിൽ നല്ല വേഗത്തിൽ കറക്കിയാൽ വെള്ള നിറമായി മാറും, ഒന്നായി മാറും. അത് വേഗതയില്ലാണ്ട് നിലച്ചു നിന്നാൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളായി കാണും. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഉദാഹരണം സൂചിപ്പിക്കുന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതുപോലെയാണ് ഉള്ളിൽ ഉറഞ്ഞിരുന്നതായിട്ടുള്ള ഭാവത്തെ പല പ്രകാരമായി അത് വെളിവാക്കപ്പെടുന്നു. അതാണ് അഭിവ്യക്തമാകുന്നു. അതാണ് അഭിവ്യക്തിവാദം എന്ന അർത്ഥത്തിലേക്ക് പറയുന്നത്. അപ്പൊ അഭിവ്യക്തമാകുകയാണ്, രസമായി അഭിവ്യക്തമാകുകയാണ്, ഭാവം രസമായി അഭിവ്യക്തമാകുകയാണ് എന്നതാണ് അവിടെ അദ്ദേഹം അഭിവ്യക്തിവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രസത്തിന്റെ അഭിഭാവം. നിഷ്പത്തി എന്ന പദത്തിന് വിഭാവാനുഭാവ വ്യഭിചാരിഭാവ സംയോഗാത് രസനിഷ്പത്തി എന്ന വാക്കിന് അഭിനവഗുപ്താചാര്യൻ തരുന്നതായ വ്യാഖ്യാനം അല്ലെങ്കിൽ മറ്റൊരു പേര് അഭിവ്യക്തി, രസാഭിവ്യക്തി. വേറെ ചില ആളുകൾ നിഷ്പത്തി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭുക്തി പറയുന്നുണ്ട്. അതൊന്നുമല്ല, അഭിവ്യക്തിയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇതിന് ശേഷം വാസ്തവത്തിൽ അത് സംബന്ധമായിട്ടുള്ള
വ്യാഖ്യാനവും ഉപവ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട്. നമ്മുടെ MB ശങ്കുണ്ണി നായർ തന്നെ അദ്ദേഹത്തെ അഭിനവത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പാണ്. അത് നമ്മുടെ വള്ളത്തോൾ വിദ്യാപീഠം തന്നെ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ്. അഭിനവ ഗുപ്തനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ആരാണ് അഭിനവ ഗുപ്തനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള MB ശങ്കുണ്ണി നായരുടെ അതേ പേരിലുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അതിലും ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഇത് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വേദാന്ത ചിന്തകളുടെ ശരി പറഞ്ഞാൽ ലൗകികമായ വേദാന്തം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ നമ്മള് വേദാന്ത ചിന്തകൾ, വേദാന്തികൾ വിവർത്തം പറയുമ്പോ അവർ വിവർത്തമല്ല അതിന് പറയുന്നത്. അത് അവർ പറയുന്ന സാങ്കേതിക സംജ്ഞ ഈ പറഞ്ഞതുപോലെ അഭിവ്യക്തി. അതുകൊണ്ടാണ് ഈശ്വരനെ പ്രത്യഭിജ്ഞയിലേക്ക് എത്തിക്കുന്നത്. ഈശ്വരനെ പ്രത്യഭിജ്ഞ രണ്ട് അറിയാം, രണ്ട് സർഗങ്ങൾ ചേർന്ന് പ്രതി അഭിജ്ഞ. ആ പ്രതി അഭി എന്നതുകൊണ്ട് നമുക്ക് അറിഞ്ഞ് മറന്നിരുന്ന ഒരു സംഗതിയാണ്. ആ മറന്നിരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ മറ്റേതെങ്കിലും ഘടകങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു എന്നതാണ് പ്രത്യഭിജ്ഞ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ഉദാഹരണം അദ്ദേഹം അവിടെ തന്നെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു തോഴിയും പഴയകാലത്തെ സങ്കല്പം ഉദാഹരണങ്ങളാണ്. നായികയ്ക്ക് മറ്റാരോ പറഞ്ഞിട്ട്, തോഴി തന്നെ ആകാം, പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുണ്ടല്ലോ, കേൾവി കൊണ്ട് ഒരാളോട് അനുരാഗം ഉദിക്കുന്നു. മറ്റൊരു രാജ്യത്തെ ഒരു രാജകുമാരനോട് ഈ രാജകുമാരിക്ക് അനുരാഗം ഉദിക്കുകയാണ്. കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് നളദമന്തിമാരുടെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. കേൾവി കൊണ്ടാണ് അവര് പരസ്പര അനുരാഗം അനുരക്തരാകുന്നത് നമുക്കറിയാം. ഇവിടെയും അതുപോലെ ഉദാഹരണം പറയുകയാണ്. നായികയ്ക്ക് അല്ലെങ്കിൽ രാജകുമാരിക്ക് മറ്റേതെങ്കിലും പ്രകാരത്തിലുള്ളതായ കേൾവി മൂലം മറ്റൊരു രാജ്യത്തിലെ രാജകുമാരനോട് പ്രണയമുണ്ടാകുന്നു. അങ്ങനെ അനുരാഗമുണ്ടായി ഇരിക്കുന്നതായ സന്ദർഭത്തിൽ അയാളുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ കേട്ടിട്ടാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ ആ രാജ്യത്തെ അവളുടെ അച്ഛൻ, പിതാവ്, ആ രാജ്യത്തിന്റെ ചക്രവർത്തി, രാജാവ് മറ്റുള്ള രാജ്യത്തെ രാജകുമാരന്മാരെ ഒക്കെ വിളിച്ചു ചേർക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം രൂപപ്പെടുകയാണ്. അത് വേളിയൊന്നുമല്ല, മറ്റേതോ ഒരു സന്ദർഭമാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്: അവരുടെ തന്നെ രാജ്യത്ത് കൊട്ടാരത്തിൽ, അവരുടെ സഭയിൽ ഒരുപാട് രാജകുമാരന്മാർ വന്ന് അണിനിരന്നിരിക്കുകയാണ്. വേദിയിൽ ഇങ്ങനെ അണിനിരന്നിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ കേൾവി കൊണ്ട് കേട്ട് പ്രണയബദ്ധനായിട്ടുള്ള നായകനും വന്നിരിപ്പുണ്ട്. ഈ രാജകുമാരി കേട്ടു മാത്രം പ്രണയബദ്ധനായിട്ടുള്ള ആൾ നിൽപ്പുണ്ട്. പക്ഷേ അയാളെ കാണുന്നുമുണ്ട്. അയാളാണെന്ന് അറിയുന്നില്ല അതുവരെയും. അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് അപ്പൊ തോഴിക്ക് ആളിനെ അറിയാം. തോഴി വന്ന് നായികയുടെ കാതിൽ രഹസ്യമായി മൊഴിയുകയാണ്. ആ സ്റ്റേജിൽ ഒത്ത മധ്യത്തിരിക്കുന്നതോ അല്ലെങ്കിൽ വലത്തറ്റം ഇരിക്കുന്നതോ ഇടത്തറ്റം ഇരിക്കുന്നതോ എന്ന തരത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടി കാട്ടി പറയപ്പെടുമ്പോൾ ആ നായികയ്ക്ക്, ആ പ്രണയിനിക്ക് അപ്പോഴുണ്ടാകുന്ന തിരിച്ചറിവ്. ഇതാണ് ഉദാഹരണം പറയുന്നത്. അതിനെയാണ് അവിടെ പ്രത്യഭിജ്ഞ എന്നതുകൊണ്ട് ആ രീതിയിൽ അർത്ഥമാക്കുന്നത്. നമ്മളെ ദാർശനികമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഈശ്വരനെ മനസ്സിലാക്കുന്നത് ഇതുപോലെയാണ്. അതായത് നമ്മുടെ എല്ലാം കൂടെ ഉണ്ട്, നമ്മുടെ എല്ലാം സവിധത്തിലുണ്ട്, നമ്മൾ മറന്നിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ അത് നമ്മൾ തിരിച്ചറിയുന്നു എങ്കിൽ അതിനെയാണ് ഈശ്വര പ്രത്യഭിജ്ഞ എന്നതായ അപ്പൊ ശിവൻ എന്ന സങ്കല്പമാണ് അവിടെ വരുന്നത്. ഈശ്വരൻ എന്നുള്ള അവിടെ ശിവനായിട്ടാണ്. ശിവനെ അവിടെ സൂചിപ്പിക്കുന്നത് ശക്തിയുക്തനായിട്ടുള്ളവൻ എന്നർത്ഥമാണ്. പക്ഷെ അവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വേദാന്തികൾ പറയുന്ന മായ എന്ന സങ്കല്പനം ശൈവത്തിലുമുണ്ട്. പക്ഷെ നമ്മുടെ മായാസങ്കല്പനം പോലെ അല്ല അവിടെ ഉള്ളത്. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, അതിന് ഈ ശക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതികളുള്ള ശക്തിയാണ്. പ്രകാശ വിമർശ ശക്തി എന്നാണ്. പ്രകാശവും വിമർശവും ചേർന്നതാണ്. രണ്ട് ആസ്പെക്റ്റിലുള്ളതായ ശക്തിയാണുള്ളത്. പ്രകാശ വിമർശ ശക്തി അഥവാ ഈ ശിവൻ ഈ പഞ്ചകൃത്യമുള്ളയാളായിട്ടാണ് സങ്കല്പിക്കുന്നത്. പഞ്ചകൃത്യങ്ങൾ: സൃഷ്ടി, സ്ഥിതി, സംഹാരം,
സാക്ഷാത്കാരം, സമന്വയം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാവുന്നതാണ്. ആ നിലയ്ക്കുള്ള ശക്തിമാനായിട്ടുള്ള ശിവനായിട്ട് സങ്കല്പിക്കുന്നതാണ്. അപ്പൊ അതിനെ ആ ശിവനെ, അങ്ങനെയുള്ളതായ ശിവനെ തിരിച്ചറിയുന്നു എന്നതാണ് പ്രത്യഭിജ്ഞാ ദർശനത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ ഒരു വേദാന്തവുമായുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, ഈ വിവർത്ത സങ്കല്പത്തെയും അതുപോലെ തന്നെ സാഖ്യന്മാരുടെ പരിണാമത്തെയും അവർ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ അത് കാരണം? മുഖ്യമായും വേദാന്ത ദർശനത്തെ, ആ വിവർത്ത സങ്കല്പനത്തിനെ നിരസിക്കാനുള്ള പ്രധാന കാരണം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായ ഒരു വ്യാഖ്യാനം നമുക്കറിയാമല്ലോ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നതായ ആ സങ്കല്പം. അപ്പൊ ജഗത്തിനെ മിഥ്യ എന്ന സങ്കല്പിക്കുന്നു. പക്ഷെ നമ്മൾ അതിന് വേറെ തരത്തിൽ വേദാന്തികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ത്രിവിധങ്ങളായിട്ടുള്ള സത്തയെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൽ വ്യാവഹാരിക സത്തയുണ്ട്. ആ വ്യാവഹാരിക സത്ത എന്നതൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും. അത് ഈ പാരമാർത്ഥിക സത്ത എന്നതിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും പ്രാപഞ്ചികതയ്ക്ക് ഒരു ആധമർണ്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതീതമായ ഒന്നിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ബ്രഹ്മം, അതായത് അതീതവും, പിന്നെ അത് നമ്മൾ അതീതമെന്ന് മാത്രമല്ല പറയുന്നത്, അത് പക്ഷേ അത് അങ്ങനെ പോലും സങ്കല്പിക്കാൻ ശൈവത്തിനാകില്ല. പ്രപഞ്ചത്തെ ഒരു പ്രകാരേണയും നിരസിക്കാവുന്ന ഒന്നായിട്ട് ശൈവം കണക്കാക്കുന്നില്ല. അതെന്താ വെച്ചാൽ പ്രാപഞ്ചികതയെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രശ്നമില്ല എന്നതാണ്. അത് അങ്ങനെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാല്, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടം 9, 10 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ പരസ്പരം മത്സരിക്കുക, അല്ലെങ്കിൽ അവര് വാദപ്രതിവാദങ്ങളിലുമൊക്കെ നിലകൊണ്ടിരുന്നതായ കാലമാണെന്ന് നിങ്ങൾക്കറിയാം. ബൗദ്ധം മുന്നോട്ട് വയ്ക്കുന്നതായ ക്ഷണഭംഗവാദം, ശൂന്യമെന്ന എന്താണ് ക്ഷണഭംഗവാദം, അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത്, ഉണ്മ എന്ന് പറയുന്നത് ക്ഷണമാത്ര സത്തയാണ് എന്ന് വാദിക്കുന്നു ഒരു കൂട്ടം. അത് ബൗദ്ധമാണ്. പക്ഷെ അതിന് നേരെതിരായിട്ട് ആത്യന്തികമായ സത്ത, ഈ ക്ഷണമല്ല ആത്യന്തികമായ ബ്രഹ്മസത്തയെ കുറിച്ചാണ് വേദാന്തം പറയുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതായ ആശയ സംവാദം നടക്കുന്ന സന്ദർഭത്തിൽ എന്താണ്, ഒരു കൂട്ടർ പറയുന്നു ഒരു ക്ഷണത്തിലുണ്ടായി അടുത്ത ക്ഷണത്തിൽ നിലനിന്ന് തൊട്ടടുത്ത ക്ഷണത്തിൽ ഇല്ലാതാകുന്നു. അപ്പൊ അവിടെ ബൗദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് പ്രാപഞ്ചികതയെ മാത്രമാണ്, പ്രപഞ്ചത്തെ മാത്രമാണ്. പക്ഷെ അതിനെ എതിർക്കുന്നതായിട്ടുള്ള വേദാന്തം പറയുന്നതാണ്, അവരുടെ സത്ത എന്ന് പറയുന്നത് പ്രപഞ്ചം എന്നതിന് ആത്യന്തിക സത്ത ഇല്ല. അപ്പോ അതിന് കാരണമായി വർത്തിക്കുന്ന ബ്രഹ്മത്തിനാണ് ആത്യന്തികമായ സത്താവിശേഷമുള്ളത്. അപ്പോൾ ഒരു കൂട്ടർക്ക് ആത്യന്തിക സത്തയാണ്, മറ്റൊരു കൂട്ടർക്ക് ക്ഷണസത്തയാണ്. ഈ വാദം നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഈ വാദം നിലനിൽക്കുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നവും അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്താ? വേദാന്ത ചിന്തയുടെ ആവിർഭാവത്തോടെ ഇന്ത്യയിലെ, ഭാരതത്തിലെ ഭക്തി പ്രസ്ഥാനം വാസ്തവത്തിൽ പതറിപ്പോയ, അടി തെറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ്. ചരിത്രം കൂടെ വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭക്തി പ്രസ്ഥാനം ഒക്കെ അടിമുടി പതറിപ്പോയ ഒരു കാലമാണ്. എന്താ കാര്യം? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ അഹം ബ്രഹ്മാസ്മി. അപ്പൊ അങ്ങനെ ഒരു സിദ്ധാന്തത്തിന് മേൽക്കൈ വരുമ്പോ സ്വാഭാവികമായിട്ടും സൈദ്ധാന്തികരുടെ ഇടയിൽ, ചിന്തിക്കുന്നവരുടെ ഇടയിൽ അതിനപ്പുറമുള്ളതിനൊക്കെ നിസ്സാരമായേ കാണാനാവുള്ളൂ. അപ്പോ വ്യക്തിഗതമായിട്ടുള്ള ഏതെങ്കിലും ഈശ്വര സങ്കല്പനത്തിന് ഒരു പ്രാധാന്യവും ഉണ്ടാവില്ല. ശിവനെന്നോ വിഷ്ണുവെന്നോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആരാധനാക്രമത്തിന് അവിടെ വേദാന്തത്തിന്റെ മുന്നിൽ മൂർത്തി ആരാധനയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നമുക്കറിയാമല്ലോ. വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം മൂർത്തി ആരാധനയ്ക്ക് ഒരു തരത്തിലുള്ള പ്രാധാന്യവും ഇല്ലാതെ ഭക്തി പ്രസ്ഥാനം ഒരു തരത്തിൽ പറഞ്ഞാൽ അപജയത്തിന്റെ തലത്തിലേക്ക് എത്തുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭക്തി പ്രസ്ഥാനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന് സൈദ്ധാന്തികമായിട്ടുള്ള മുന്നേറ്റത്തിന് അതും ആലോചിക്കുന്നുണ്ടല്ലോ. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അതിന് കടന്നു വരാനാവുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ രണ്ട് പ്രസ്ഥാനങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഒരേപോലെ. കാരണം പിന്നീട് ശൈവമായിട്ടുള്ള ഒരു സിദ്ധാന്തം, ഭക്തിയുടെ അടിസ്ഥാനത്തിൽ നിലനിന്ന ശൈവം
വേദാന്തത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ പിന്നീട് ഉയർന്നു വരാൻ തുടങ്ങുന്നത്. ഞാൻ അത് സൂചിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞു. വേദാന്തത്തെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ശൈവാദ്വൈതമായി രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ നമുക്കറിയാം വിശിഷ്ടാദ്വൈതം, വൈഷ്ണവം വേറൊരു തരത്തിൽ വരുന്നുണ്ട്, പിന്നീട് അപ്പുറത്തെ വൈഷ്ണവം വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൾട്ടുകളായിരുന്നു വാസ്തവത്തിൽ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾ. ഈ ഭക്തി പ്രസ്ഥാനങ്ങൾക്കും ഒരു പ്രാധാന്യം ഈ കാര്യത്തിലുണ്ട്. അപ്പൊ അഭിനവഗുപ്താചാര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ അദ്വൈത വേദാന്തത്തിൽ ആകൃഷ്ടനായ ആളാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, 8ാം നൂറ്റാണ്ട് വരെ കശ്മീർ താഴ്വര എന്ന് പറയുന്നത് ബുദ്ധമത കേന്ദ്രമായിരുന്നു. ബുദ്ധമതമായിരുന്നു അവിടെ ഏറ്റവും പ്രബലമായി നിലനിന്നിരുന്നത് 8ാം നൂറ്റാണ്ട് വരെ. അതിന്റെ ഒരു സ്വാധീനം നമുക്ക് അറിയാവുന്നതാണ്. അത് ഏഷ്യ മുഴുവനും, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം മുഴുവൻ ആ സിദ്ധാന്തം അല്ലെങ്കിൽ ആ മതം വ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. സൈദ്ധാന്തികമായ തലമല്ല, മതം എന്ന നിലയിൽ അത് വ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും അതിന്റെ ആശയ സംഹിത രൂപപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ നിലനിൽക്കുന്ന സമയത്തിൽ അവരവതരിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ക്ഷണമാണ്. സത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ക്ഷണികമാണെന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ ക്ഷണികം എന്ന സങ്കല്പത്തിൽ തന്നെ അത് ഉദാഹരണം പറയുന്നുണ്ട്. എന്താ, നമുക്കൊരു നദിയിൽ ഒരു തവണയെ കയ്യോ കാലോ നനയ്ക്കാനാകും എന്നാണ് പറയുന്നത്. അപ്പൊ നദി എന്നത് ഒരു പ്രവാഹമാണ്. അപ്പൊ നമ്മളങ്ങോട്ട് കൈ വെക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്ന് അടിക്കുന്നതൊക്കെ അനുനിമിഷം മാറുന്നതായിട്ടുള്ള ജലമാണ്. പ്രവാഹം എന്നത് ആണ് വാസ്തവത്തിൽ പ്രപഞ്ചം എന്ന കാഴ്ചപ്പാട്, അഥവാ മാറ്റമാണ്. നിരന്തരമായ മാറ്റം എന്നതാണ് വാസ്തവത്തിൽ ആ ക്ഷണഭംഗവാദത്തിന്റെ ആശയം. ഇത് നമുക്ക് പിൽക്കാലത്ത് വേണമെങ്കിൽ ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്ര സങ്കല്പനത്തെ വേണമെങ്കിൽ അതിൽ ബന്ധിപ്പിക്കാവുന്നതാണ്, അല്ലെ? മാറ്റമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്, നിരന്തര മാറ്റത്തിന് വിധേയമായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. മാറ്റമില്ലാത്തത് മാറ്റത്തിനേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏതാണ്ട് അത് ആ ഒരു ആശയം വേണമെങ്കിൽ ഈ ക്ഷണഭംഗവാദത്തെ സ്വീകരിക്കാം. പക്ഷേ അപ്പോഴാണ് ആ രണ്ട് വാദങ്ങൾ, ബൗദ്ധമായിട്ടുള്ള ക്ഷണഭംഗവാദവും വേദാന്തികളുടേതായിട്ടുള്ള ഈ സ്ഥിരമായ അല്ലെങ്കിൽ പാരമാർത്ഥികമായിട്ടുള്ള സത്ത എന്ന സങ്കല്പനവും, ഈ രണ്ടു കൂട്ടരോടും നമ്മൾ ഈ ഭക്തിവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ശൈവരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നു എന്ന് കൂട്ടിക്കൊള്ളു. അത് അങ്ങനെയാണ് പറയുന്നത്, ചോദിക്കുക. ഈ സന്ദർഭം ഇവരുടെ ഈ പരസ്പരം ഉള്ള ഈ സംവാദത്തിനിടയിൽ അവരോട് ചോദിക്കുകയാണ്. വേദാന്തികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ബൗദ്ധർ പറയുന്നതായിട്ടുള്ള ക്ഷണികതയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, വേദാന്തികൾ പറയും മായ. അതായത് എതിർവാദം വയ്ക്കുന്നതായിട്ടുള്ള ബൗദ്ധരുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ആധാരമാക്കിയാണല്ലോ ബൗദ്ധർ ആശയം മുന്നോട്ട് വെച്ച് ക്ഷണമാണെന്നുള്ളത്. അതേക്കുറിച്ച് വേദാന്തികളായിട്ടുള്ള അദ്വൈത വേദാന്തികളുടെ ആശയം എന്ത് എന്ന് ചോദിച്ചോ പറഞ്ഞു, അത് മായയാണ്, മിഥ്യയാണ്, പ്രപഞ്ചം എന്നത് മിഥ്യയാണെന്ന് പറഞ്ഞു. മറിച്ച് ഇപ്പുറത്ത് ക്ഷണഭംഗവാദികളായിട്ടുള്ള ബൗദ്ധരോട് ചോദിച്ചു, അപ്പുറത്ത് അവർ പറയുന്നതായ വേദാന്തികൾ പറയുന്നതായുള്ള സ്ഥിര സത്തയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പാരമാർത്ഥിക സത്തയെ സംബന്ധിച്ച് നിങ്ങളുടെ വാദം എന്താണ് എന്ന ചോദ്യത്തിലാണ് അവർ മൗനം ഭരിക്കുന്നത്. അത് ശൂന്യമെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോ ഇപ്പുറത്ത് വാസ്തവത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടത്, നമ്മൾ നിന്ന് ആലോചിക്കുമ്പോൾ രണ്ട് സൈദ്ധാന്തികരും രണ്ട് തലത്തിലാണ് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ഈ രണ്ട് തലത്തിൽ വ്യാഖ്യാനിക്കുന്നത് വാസ്തവത്തിൽ നേർവിപരീതങ്ങളായി വരില്ല. നേർവിപരീതങ്ങളായി വരുമ്പോഴേ ഒന്ന് മറ്റൊന്നിനെതിരായി വരുന്നുള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഈ ബൗദ്ധചിന്തയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചാതീതമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. നേരെ മറിച്ച് അദ്വൈത വേദാന്തികൾ പ്രപഞ്ചാതീതമായ ഒരു ആശയത്തെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷെ രണ്ടാളുകളോടും ആ എതിർവിഭാഗത്തിന്റെ ആശയത്തെ സംബന്ധിച്ച് എന്താണ് ചോദ്യമെന്ന് വയ്ക്കുമ്പോൾ അവർ പറയുകയാണ് ഇന്നതാണ്. ഇതിനിടയിലാണ് വാസ്തവത്തിൽ ഈ ശൈവാദ്വൈതം കയറി വരുന്നത് എന്ന് സാരം. അപ്പൊ അപ്പോഴാണ് ഈ പ്രത്യഭിജ്ഞ എന്നതായ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചവും ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ പ്രപഞ്ച കാരണമായുള്ളതും ഒരുപോലെ പ്രധാനമാണ്. വേദാന്തികൾ പറയും പോലെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയാനാവില്ല. അത് വേറെയും ചില കാരണങ്ങളുണ്ട് കേട്ടോ. വേദാന്തത്തിന്റെ കാരണം ഈ വേദാന്ത അധ്യയനം എന്ന് പറയുന്നത്
ഒരു വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെട്ടു പോയിരുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. നേരെ മറിച്ച് അപ്പോ ഏതെങ്കിലും വളരെ കർക്കശമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള യോഗാഭ്യാസമുറ തേടുന്നവർക്കും നമുക്കറിയാം. നമുക്ക് വേദാഭ്യാസത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. ആരാണ് അധികാരി എന്നതൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. അപ്പൊ അധികാരിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അതെല്ലാവർക്കും എളുപ്പം വഴങ്ങുന്ന കാര്യമല്ല. നേരെ മറിച്ച് ഇവിടെ ഈ ശൈവാദ്വൈത ചിന്തയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ യോഗിയെ പോലെ തന്നെ ഭോഗിക്കും, ആനന്ദാനുഭൂതിക്ക് യോഗ്യതയുണ്ടെന്ന് പറയുന്നവരാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാദമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. യോഗിക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഭോഗിയായവന്, നമ്മൾ വിഷയഭോഗം നടത്തുന്ന സാധാരണ മുഴുവൻ ആളുകൾക്കും അവർക്കും ആനന്ദാനുഭൂതിക്ക് അർഹതയുണ്ട് എന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശൈവം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, ഈ ആനന്ദാനുഭൂതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രാപഞ്ചികമാണ്, ബാക്കിയുള്ളതൊക്കെ വെറുതെ പറച്ചിലാണെന്നാണ് പറയുന്നത്. അതിനപ്പുറമുള്ള ഏതെങ്കിലും ഒരു ആനന്ദത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സങ്കല്പനം ശുദ്ധ ഭോഷ്കുന്നതാണ് വാസ്തവത്തിൽ ശൈവം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ആലോചിച്ചാലും അത് തന്നെയാണ്. ചുരുക്കത്തിൽ ഐന്ദ്രിയങ്ങളായുള്ള പ്രാപഞ്ചികമായുള്ള ആനന്ദാനുഭൂതി എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വരണമെങ്കിൽ എന്ത് വേണം? അതിന് കാരകനായിട്ടുള്ള ഒരാളെ പറയണം, ഒപ്പം അതിന് കാരകനായിട്ടുള്ള ആൾ ഉണ്ടാക്കിയത് അതുപോലെ പ്രസക്തമാണെന്ന് പറയണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശിവനെന്നും ശിവഗതമായുള്ള ശക്തി എന്നും പറയുമ്പോൾ ഇവർ രണ്ടുപേരും ശിവശക്തിയായുക്തോ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അവർ രണ്ടും സാമരസ്യത്തിൽ വർത്തിക്കുന്നു എന്നതാണ് അവരുടെ സങ്കല്പം. സാമരസ്യം. അപ്പൊ അതൊരു മറ്റൊരു ടെക്നിക്കൽ ടേമായിട്ട് വരുന്നുണ്ട്. സാമരസ്യം. എന്താ സാമരസ്യം? രണ്ടും ഒരേപോലെ, ഒന്നിനും മുൻതൂക്കവുമില്ല, ഒന്നിനും പ്രത്യേകത പറയാനാവില്ല, ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാനാവില്ല, പിന്നെയോ അത് രണ്ടും ഒന്ന് ചേർന്നിരിക്കുന്നു എന്നതാണ് സങ്കല്പം. ശിവൻ എന്നത് ശക്തിമാനാണ്. അത് ശിവന് ശക്തി വേറെ ഇരിക്കുന്നില്ല. ശക്തിയുള്ളവൻ ശിവൻ. വിനാശക്തി ശിവശിവ, അന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. വിനാശക്തി ശവശിവ. ശക്തിയില്ലാത്തവൻ ഇല്ല, ശിവൻ ശവമാണ്. അതൊന്നു തന്നെയാണ്. സമരസമാണ്, സാമരസ്യമാണ്. അപ്പൊ അത് പ്രപഞ്ചമായി ആവിർഭൂതമാകുന്നത് ശിവൻ തന്നെയാണ്. ഇതാണ് സങ്കല്പം. നമ്മള് വേദാന്തം പറയുമ്പോൾ അങ്ങനെയല്ലോ, അത് വിവർത്തമാണ്, ബ്രഹ്മത്തിന്റെ വിവർത്തമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ വിവർത്തം എന്നത് ആത്യന്തികമായ സത്താരൂപമല്ലെന്ന് പറയാം. അത് വേറെ വ്യാഖ്യാനം വരും. അത് നമ്മളതുകൊണ്ട് അത് തൽക്കാലം മാറ്റി നിർത്തിയിട്ട് രണ്ടും ഒന്നെന്ന് പറയുകയാണ്. പ്രപഞ്ചവും പ്രപഞ്ചാധാരവും ഒന്ന് തന്നെയാണ് എന്ന് പറയുകയാണ്. ഒരുപോലെ അതിന് പ്രാധാന്യമുണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് അവർ വയ്ക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ശിവനെ, ആനന്ദ ഘനരൂപമനായി പറയുന്ന ശിവനെ, അവന്റെ പ്രകാശ വിമർശ ശക്തികൾ കൊണ്ട് അവന് ഈ മായയിൽ എപ്പോഴും വേണമെങ്കിലും മായയിൽ നിന്നും മറയാനും തെളിയാനും, മായയിൽ എന്താണ് വിളങ്ങി നിൽക്കുവാനും മായയിൽ നിന്ന് ഒളിഞ്ഞു മാറുവാനുമുള്ള ശക്തി ശിവനുണ്ടെന്നതാണ് സങ്കല്പം. വേറൊരു രസകരമായ ഒരു കാര്യം നമ്മൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ശിവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനന്ദ ഘനരൂപനായുള്ള ആ ശിവൻ പൂർണ്ണനാണ്. ആ പൂർണ്ണനും അതുപോലെ സത്വ ശുദ്ധനും ഒക്കെ ആയിട്ടുള്ള ശിവനെ സംബന്ധിച്ചിടത്തോളം സച്ചിദാനന്ദ സ്വരൂപൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ശിവനെയും സൂചിപ്പിക്കുന്നു, പറയുന്നു. പക്ഷെ ആ ശിവൻ, പൂർണ്ണനായ ശിവൻ ഈ മലിനയുക്തനാകുമ്പോൾ അവിടെയാണ് ഈ ഇവരുടെ മായാപ്രയോഗത്തിന്റെ സവിശേഷതയുള്ളത്. അവര് ഒരു 2-3 തരത്തിലുള്ളതായ മാലിന്യങ്ങളെ പറയുന്നുണ്ട്. ആണവം, മായിയം, കാർമികം എന്നിങ്ങനെ 3 പ്രകാരമായുള്ള മാലിന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ മാലിന്യം ശിവൻ ഉണ്ടാകുന്ന പൂർണ്ണനായ ശിവന് ആണവവും മായീയവും കാർമികവുമായ 3 പ്രകാരേണയുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരിൽ ചേരുമ്പോൾ, പുരളുമ്പോൾ, ആ പുരട്ടുന്നതിന് കാരണമായി വർത്തിക്കുന്നത് അതാണ് മായ. അത് മായാശക്തിയാണ്. അത് അയാളുടെ തന്നെയാണ്. അപ്പോ ഈ പൂർണ്ണനായവൻ അവൻ സർവജ്ഞനാണ്. അപ്പോ അവൻ ആരായി മാറും? കിഞ്ചിജ്ഞനായി മാറും.
അവൻ അല്പജ്ഞനായി മാറും. അത് സർവശക്തനായവൻ അല്പശക്തിമാനായി മാറും. നമ്മൾ സർവശക്തൻ, സർവജ്ഞൻ, സർവവ്യാപി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ പ്രകാരം മാറി മറ്റൊരു പ്രകാരത്തിലേക്കാകും. അവിടെയാണ് ആവിർഭാവം സംഭവിക്കുന്നത്. ഈ ആവിർഭാവ സന്ദർഭത്തിൽ ശിവന്റെ സർവജ്ഞതയും സർവശക്തിത്വവും ഇല്ലാതാകും. അങ്ങനെ ആവിർഭാവത്തിന് സഹായകമായി വർത്തിക്കുന്നത് അവന്റെ തന്നെ ശക്തിയാണ്. ശക്തി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് മായാശക്തി. ആ മായാശക്തിയുടെ പ്രയോഗം എന്ന് പറയുന്നത് ആണവവും മായീയവും കാർമികവുമായ മാലിന്യങ്ങളിൽ പെടും. ഈ ആണവം, മായീയം, കാർമികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതേ ഉള്ളൂ ഈ ആത്മയുക്തവും മനോയുക്തവും അതുപോലെ തന്നെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലുള്ള സംഭവിക്കുന്നതുമായ മാലിന്യം എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ആണവം, മായീയം, തന്നെ കാർമികം, ഈ 3 തരത്തിലുള്ളതായ മാലിന്യങ്ങളിൽ പെടുമ്പോൾ അത് ആ ശിവൻ ആരായി മാറും. ഈ ശിവനെ വേറൊന്നു കൂടിയുണ്ട്. നിങ്ങള് അത് കുറെ, ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ അത് പറയാം, അത് സൂചിപ്പിക്കുന്നുള്ളൂ. ഈ ത്രികം എന്ന് പറഞ്ഞൊരു സങ്കല്പം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ത്രികം എന്നത് 2-3 പ്രകാരത്തിലെ ത്രികം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ത്രികം ഇതാണ്: പര, അപര, പരാപര എന്നുള്ളതാണ്. 3 സങ്കല്പം അതാണ്. മറ്റൊന്ന് പതി, പാശം, പശു. ഇത് നമുക്ക് എളുപ്പം പറയാവുന്ന ഇതാണ്. മറ്റേത് പിന്നീട് ഞാൻ ആ ദിവസത്തെ ക്ലാസ്സിൽ പറയാം. ശിവൻ എന്നത് പതിയാണ്. ആ പതി എന്ന് പറയുന്നത് പൂർണ്ണനാണ്. പതി പൂർണ്ണനാണ്. ഈ പൂർണ്ണനായുള്ള പതി പാശബദ്ധനാകുമ്പോൾ, ഈ പാശബദ്ധനാകുക എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായ മാലിന്യ യുക്തനാകുന്ന സന്ദർഭത്തിൽ, മായാശക്തി കൊണ്ട് മാലിന്യയുക്തനാകുന്ന സന്ദർഭത്തിൽ അതാണ് പാശബദ്ധനാകുക. പാശബദ്ധനായി കഴിഞ്ഞാൽ അയാൾ പശുവായി മാറും. പശുവായി മാറുക എന്ന് വെച്ചാൽ അയാൾ സൃഷ്ടിക്കപ്പെട്ട ആളായി മാറും. ഇത് ആ ശിവൻ തന്നെയാണിത്. ശിവൻ തന്നെയാണ് പാശബദ്ധനാകുമ്പോൾ. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പൂർണ്ണനായ, സർവജ്ഞനായ, സർവശക്തിമാനായുള്ള ശിവൻ പാശബദ്ധനാകുമ്പോൾ അല്ലെങ്കിൽ മാലിന്യയുക്തനാകുന്ന സന്ദർഭത്തിൽ പഞ്ചകഞ്ചുകങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവരായിട്ട് അയാൾ നേരെ പശുവായി ജന്മമെടുക്കുന്ന അർത്ഥം. അപ്പൊ പ്രപഞ്ചരൂപേണ ആവിർഭവിക്കും എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രപഞ്ചരൂപേണ അയാൾ ആകും. അങ്ങനെ വരുമ്പോൾ ആരായി? അതൊരു കുഞ്ഞു ശിവനായി മാറും. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെയും വാസ്തവത്തിൽ അവരുടെ ശൈവ അദ്വൈത സങ്കല്പനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവികളായുള്ളവരെല്ലാം തന്നെ കുഞ്ഞു ശിവന്മാരെന്നതാണ്. കാരണം ശൈവ ആവിർഭാവങ്ങളാണ് നമ്മളെല്ലാം. പ്രപഞ്ചത്തിലെ സകല ആവിർഭാവങ്ങളും ശിവാവിർഭാവങ്ങളാണ്. അപ്പൊ ശിവൻ ആനന്ദരൂപനാണല്ലോ, ആനന്ദസ്വരൂപനാണല്ലോ. അപ്പൊ അത് ഘനീഭൂതമായിട്ടുള്ള ശിവൻ പ്രപഞ്ചമായി ആവിർഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആനന്ദ നടനം എന്ന സങ്കല്പം നമ്മൾ വരുന്നത്. നോക്കൂ, അതിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ നടൻ എന്ന സങ്കല്പത്തില് ശിവനെ ആദി നടനായി സങ്കല്പിക്കുന്നത്. അതാണ് ആനന്ദ നടനം എന്നത് പ്രപഞ്ചാവിർഭാവത്തിന്റെ നടനമായിട്ടാണ്, ആനന്ദത്തിന്റെ വഴിഞ്ഞൊഴുക്കായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് ഈ ആനന്ദം വഴിഞ്ഞൊഴുകി പരന്നുറഞ്ഞതാണ് പ്രപഞ്ചം എന്ന സങ്കല്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ നിലയ്ക്ക് പറഞ്ഞാൽ പ്രപഞ്ചമാകെ ആനന്ദഭരിതമാണ്, ആനന്ദം നിറഞ്ഞുള്ളതാണ്. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്നു എന്നർത്ഥം. അത് ഏതെങ്കിലും ഒരു ബോധകത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ അറിയപ്പെടുമ്പോഴാണ് അത് പ്രത്യഭിജ്ഞ എന്ന രീതിയിലേക്ക് മാറുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് വാസ്തവത്തിൽ രസാഭിവ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആശയം അവതരിപ്പിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഒരുപാട് സാങ്കേതികങ്ങളായിട്ടുള്ള പദങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്രികം, അതുപോലെ തന്നെ കഞ്ചുകങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ബേസിക് ആയിട്ട് നമുക്ക് ആ ശൈവത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അറിവ് കൂടി നമുക്ക് വരേണ്ടത് എന്താ വെച്ചാൽ, ഈ അവരുടെ പ്രധാനപ്പെട്ട ആശയ സംഹിത വാസ്തവത്തിൽ സാഖ്യത്തിന്റെയും വേദാന്തത്തിന്റെയും യോഗത്തിന്റെയും ഒക്കെ ആശയങ്ങളെ തന്നെ സ്വാംശീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ പിൽക്കാലത്ത് വരുന്നതായിട്ടുള്ള എല്ലാ ദാർശനിക പദ്ധതികളിലും അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണല്ലോ. ആദ്യകാലങ്ങളിൽ ഉള്ളതായ ചിന്തകൾ തന്നെ പല പ്രകാരേണ ആവിർഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിക്കുന്നതാണ് പിന്നീട് വരുന്ന ചിന്തകളെല്ലാം തന്നെ. അപ്പൊ ഏതെങ്കിലും ഒരു ചിന്ത രൂപപ്പെട്ടാൽ അതിന് അനുബന്ധമായ ചിന്തകളെ മറ്റു പിന്നെയും വരാനാവുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രധാന കൈവഴികളായിട്ടുള്ള നാസ്തിക ഭേദങ്ങളിൽ പോലും നമുക്ക് ഈ കൊള്ളക്കൊടുക്കുകൾ കാണാനാവും. അപ്പൊ ഏതെങ്കിലും ഒരു ചിന്ത അടുത്ത് വരുന്ന ചിന്തയ്ക്ക് സഹായകമായിട്ട് നിൽക്കും. അപ്പൊ ഏതൊരു ചിന്തയാണെങ്കിൽ പോലും അതായിരിക്കും അതിന് സഹായകമായി ഭവിക്കുന്നത്. ഏതാണ്ട് അതുപോലെ
കശ്മീർ ശൈവാദ്വൈതത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തത്വചിന്തകൾ സാഖ്യവും വേദാന്തം. അപ്പൊ അത് തത്വം തന്നെ അങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 25 തത്വങ്ങൾ, സാഖ്യരുടെ 25 തത്വങ്ങളെ അപ്പടി ശൈവാദ്വൈതവും സ്വീകരിക്കുകയാണ്. വേദാന്തികളുടെ മായയെ സ്വീകരിക്കുന്നു. മായയെ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അത് കുറച്ചൊരു ഭേദത്തിലാണ് മായയെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ചില സന്ദർഭത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരുപോലെ തുല്യത സങ്കല്പിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നവർ. നമ്മൾ സാങ്കേതിക ചില സന്ദർഭത്തിൽ അത് പറയാറുണ്ടായിരുന്നല്ലോ. ആദ്യകാലങ്ങളിൽ സാങ്കേതിക പുരുഷനും പ്രകൃതിയും ഒരേപോലെ പ്രബലമായി നിൽക്കുന്ന രണ്ട് വസ്തുതകളെ ഒരുപോലെ അവതരിപ്പിക്കുന്ന ഒരു ദർശന പദ്ധതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പുരുഷൻ, പ്രകൃതി, മൂലപ്രകൃതി. ഈ പുരുഷനെയും മൂലപ്രകൃതിയെയും അതുപോലെ സ്വീകരിക്കുകയും അതിനു മുകളിലേക്ക് അവർ ഒരു മായ എന്ന വേദാന്തികളുടെ ഒരു ആശയത്തെ എടുക്കുന്നു. അതിനു മുകളിൽ അവരുടേതായിട്ടുള്ള ഒരു 10 തത്വങ്ങളെ കൂടി അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർ തനതായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള 10 തത്വങ്ങൾ അതിനു മുകളിലുണ്ട്. ആ തത്വങ്ങളുടെ 5 ശുദ്ധ തത്വങ്ങളും 5 അശുദ്ധ തത്വങ്ങളും എന്ന നിലയ്ക്കാണ് അതിന്, അല്ലെങ്കിൽ ആത്മതത്വങ്ങൾ എന്ന, ഒന്ന് ശിവതത്വം എന്ന് പറയും ശുദ്ധതത്വങ്ങളെ, മറ്റൊന്ന് ശിവൻ സത്വത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള അശുദ്ധത. അത് ഈ അശുദ്ധ തത്വങ്ങൾ പറയാൻ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മാലിന്യം വന്നു കൂടുമ്പോഴാണ്, മലിനമാക്കപ്പെടുമ്പോഴാണ് അത് പിന്നീട് അശുദ്ധങ്ങളായ തത്വങ്ങളായിട്ട് മാറ്റപ്പെടുന്നത്. ഈ ശുദ്ധതത്വങ്ങൾ തന്നെ ശിവൻ, അതുപോലെ തന്നെ ശക്തി 2, സദാശിവൻ 3, ഈശ്വരൻ 4, സദ്വിദ്യ. അതാണ് ആദ്യത്തെ 5 ശുദ്ധ തത്വങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ 25 തത്വങ്ങൾക്ക് മുകളിലാണ്. 25 അതുപോലെ നമുക്കറിയാം, നിങ്ങൾക്ക് അതറിയുന്ന കാര്യമാണ്. പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം ഞാൻ പറയുന്നില്ലല്ലോ. അതിന് മുകളിലുള്ള ഈ തത്വങ്ങളാണ് ഈ പറഞ്ഞതായിട്ടുള്ള. അപ്പൊ അതായത് ശിവൻ, ശക്തി, സദാശിവൻ, പിന്നീട് ഈശ്വരൻ, അതുപോലെ തന്നെ സദ്വിദ്യ. ഈ സദ്വിദ്യ എന്ന് പറയുന്നതിനൊരു കാരണമുള്ളത്, സദ്വിദ്യ എന്നത് പറയാൻ പിന്നീട് വിദ്യ എന്ന് പറയുന്ന ഒരു പ്രയോഗം അടുത്ത അശുദ്ധ തത്വത്തിൽ പറയപ്പെടുന്നുണ്ട്. അതായത് മായ എന്ന കഞ്ചുകത്തിന്റെ സ്വാധീനം കൊണ്ട്, അല്ലെങ്കിൽ മായയുടെ സ്വാധീനം കൊണ്ട് ശുദ്ധനായ പൂർണ്ണനായ ശിവൻ മലിനപ്പെടുത്തപ്പെട്ടതിന് ശേഷം അത് 5 പ്രകാരയുടെ മാറും. കാരണം ശിവൻ എന്ന് പറയുന്നത് സർവശക്തനാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാലിന്യയുക്തനായി കഴിയുമ്പോൾ അതെന്താ, അതില് ഒരു മാലിന്യം, 5 മലിനങ്ങളായിട്ടുള്ള 5 തത്വങ്ങൾ ഇവയാണ്. എന്താണ്? കല, വിദ്യ. സദ്വിദ്യ വേറെ ഉണ്ടല്ലോ. കല, വിദ്യ, രാഗം, കാലം, നിയതി. നിങ്ങൾ എഴുതുന്നവരുണ്ടെങ്കിൽ അത് എഴുതാൻ കൂടി വേണ്ടിയാണ് ഞാൻ അത്ര സാവകാശം പറഞ്ഞത്. കാരണം 25 തത്വങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിന് മുകളിലുള്ള 11 തത്വങ്ങളാണ്. അതിലൊന്ന് മായയാണ്. ആ മായ സംഗതി വേദാന്തികളുടെ കൺസെപ്റ്റ് അല്ല, കഞ്ചുകം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ശിവൻ, ശക്തി, സദാശിവൻ, ഈശ്വരൻ, സദ്വിദ്യ, ശുദ്ധതത്വങ്ങൾ, കല, വിദ്യ, രാഗം, കാലം, നിയതി, 5 അശുദ്ധങ്ങളായുള്ളതാണ്. ഈ കല എന്നത് അതൊരു കഞ്ചുകമാണ്, അതൊരു ആവരണമാണ്. ആ കല എന്നതായ ആവരണം അദ്ദേഹത്തിലേക്ക് പൂർണ്ണനായുള്ള സർവജ്ഞനായിട്ടുള്ള ശിവനിലേക്ക് എത്തപ്പെട്ടാൽ അത് പിന്നീട് അദ്ദേഹത്തിന്റെ നിത്യശക്തി എന്നത് അത് മാറുന്നു. നിത്യമായുള്ളത് അല്ലെങ്കിൽ പൂർണ്ണമായുള്ളതായ ശക്തി അയാൾക്ക് ഇല്ലാതെയാകും. അതാണ് അതിൽ സംഭവിക്കുന്നത്. നിത്യതൃപ്തനായിരിക്കും ശിവൻ, നിത്യ ശുദ്ധനായിരിക്കും ശിവൻ, സർവശക്തനായിരിക്കും ശിവൻ, സർവവ്യാപിയായിരിക്കും ശിവൻ. പക്ഷെ ഈ കലയും വിദ്യയും രാഗവും കാലവും നിയതിയും ഇത് 5 കഞ്ചുകങ്ങളാണ്, ആവരണങ്ങളാണ്. ഈ 5 ആവരണങ്ങൾ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ അയാളുടെ നിത്യതൃപ്തത്വവും നിത്യത്വവും സ്വാതന്ത്ര്യവും ഒക്കെ മറയ്ക്കപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ ശിവനാണെങ്കിൽ അദ്ദേഹത്തിന് സർവകർത്തൃത്വം ഉണ്ടല്ലോ.
അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പ്രപഞ്ചമായി ആവിർഭവിക്കാനൊക്കെ ഉള്ളതായ ശക്തി ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ശിവനെ സംബന്ധിച്ചിടത്തോളം കല എന്നതായ കഞ്ചുകം വന്ന് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിത്യ കർത്തൃത്വം എന്നത് ഇല്ലാതെയാകും, അല്ലെങ്കിൽ അത് അല്പകർത്തൃത്വമായി മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പകർത്തൃത്വം വരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ശക്തി. സർവശക്തനായിട്ടുള്ള ആളുകൾ വിദ്യ എന്നതായ ഈ കഞ്ചുകം കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അല്പശക്തിമാനായി മാറുന്നു. പിന്നെയോ വിദ്യ എന്നതായിട്ടുള്ള കഞ്ചുകം വരുമ്പോൾ നിത്യതൃപ്തനായവൻ അതൃപ്തിയുള്ളയാളായി മാറും. അപ്പോഴാണ് നമുക്ക് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒരു സങ്കല്പനങ്ങളാണ്. അതായത് അല്പജ്ഞത ഉണ്ടാവും വിദ്യ എന്നതായിട്ടുള്ള കഞ്ചുകം കൊണ്ട്. രാഗം എന്ന കഞ്ചുകത്തിൽ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ശിവൻ, അല്ലെങ്കിൽ ജനിക്കപ്പെട്ടതായ ശിവൻ, ജനിച്ചവനായ ആവിർഭൂതനായിട്ടുള്ള ശിവൻ, അത് നമ്മളെ പോലെയുള്ള ആളുകൾ, ജീവനായിട്ടുള്ള ആളുകൾ, അത് രാഗമെന്നതായ കഞ്ചുകത്തിന് അടിസ്ഥാനമായി അയാൾക്ക് അതൃപ്തി ഉണ്ടാകും. കാലമെന്ന കഞ്ചുകത്തിൽ വന്നാലോ അയാൾ നിത്യനായവൻ അനിത്യനായി മാറും. നിയതി എന്ന കഞ്ചുകത്തിലാണെങ്കിലോ സർവസ്വതന്ത്രനായവൻ അസ്വാതന്ത്ര്യത്തെ അനുഭവിക്കും. ഇതാണ് അവരുടെ ഒരു സങ്കല്പം. അപ്പൊ കല എന്നതുകൊണ്ട് അല്പകർത്തൃത്വം ആകിത്തീരും, വിദ്യ എന്നതുകൊണ്ട് അല്പജ്ഞതയാകും, രാഗം എന്ന കഞ്ചുകം കൊണ്ട് അതൃപ്തി ഉണ്ടാകും, കാലം എന്ന കഞ്ചുകം കൊണ്ട് അനിത്യതയും ഉണ്ടാകും. അതുപോലെ തന്നെ നിയതി എന്ന കഞ്ചുകം കൊണ്ട് അസ്വാതന്ത്ര്യം ഉണ്ടാകും. ഈ പറയുന്നതായിട്ടുള്ള സംഗതികളെല്ലാം ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം. പ്രപഞ്ചത്തെ കൂടെ നിർത്തണം, പ്രാപഞ്ചികമായ ആനന്ദാനുഭൂതിയുടെ അതിന്റെ സവിശേഷത, അതിന്റെ പ്രാധാന്യം അവതരിപ്പിക്കണം. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ദാർശനിക പദ്ധതിയുടെ. ഇത് ഒരു കാര്യമുണ്ട്, ഈ ദാർശനിക പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മാനവികമായ ഒരു സങ്കല്പനം കൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാട് കൂടി ആ കാലഘട്ടത്തിൽ ഇതിന് നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ എന്നത്, മാനവികനായിട്ടുള്ളവൻ, അവന് സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രാധാന്യേന കാണേണ്ടതുണ്ട്. നിലനിൽക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രപഞ്ചത്തോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടാണ്. പക്ഷെ അവിടെ എല്ലാം വാസ്തവത്തിൽ അപ്പോ ദാർശനികമായിട്ടുള്ള തലം നിലനിൽക്കുകയും വേണം. നേരെ വെച്ച് വേദാന്തികളെ കുറിച്ച് നമുക്ക് പറയാമല്ലോ. ഒരർത്ഥത്തിൽ വളരെ വലിയ തീവ്രമായിട്ടുള്ള ബുദ്ധി സാമർഥ്യം, അല്ലെങ്കിൽ വാക്സാമർഥ്യം, അല്ലെങ്കിൽ വാദ തൈക്ഷ്ണ്യം ഒക്കെ പ്രദർശിപ്പിക്കുമ്പോഴും പ്രാപഞ്ചികതയ്ക്ക് അത്ര പ്രാധാന്യം നൽകില്ല. അത് മിഥ്യ എന്ന സങ്കല്പത്തിലോ അല്ലെങ്കിൽ മായ എന്ന സങ്കല്പത്തിലോ രണ്ടാമതായി നിലനിൽക്കും എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, ബ്രഹ്മസത്യം ജഗന്മിഥ്യ പറയുമ്പോൾ നമ്മൾ അവിടെ പോലും ആ വാക്യം പോലും നമ്മൾ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മയോ നാപരഹ എന്നതായിട്ടുള്ള മൂന്നാമത്തെ ആ പ്രയോഗത്തിന് പ്രാധാന്യം കൊടുക്കില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നത് നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കില്ല. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന നല്ല അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. അപ്പൊ വേദാന്തം അവിടെ ആ തരത്തിലുള്ള വ്യാഖ്യാനം വരുമ്പോ എന്താ, സാധാരണ കേൾക്കുന്ന ആളുകൾക്ക് ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. ആ മിഥ്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് വളരെ വലിയ വ്യാഖ്യാനങ്ങളൊക്കെ അദ്വൈത സിദ്ധിയിലൊക്കെ ചെയ്യേണ്ടി വന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ എല്ലാം വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് പ്രാപഞ്ചികതയ്ക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഇത് ശൈവാദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞതായിട്ടുള്ള ഭക്തിയുടെ ഒരു അടിത്തറ കൂടി ഉള്ളതായതുകൊണ്ട്, ഭക്തിയുടെ അടിത്തറ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടക്കം എന്നതും ഒടുക്കം എന്നതും എപ്പോഴും ഭക്തനും ഭഗവാനുമായ ബന്ധം നിലനിർത്തിക്കൊണ്ടേ പറയാനാകുകയുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അവിടെ നമ്മളിപ്പം ഈ ഭക്തിയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഭക്തിയുടെ തുടക്കം എന്നത് ഭക്തനും ഭഗവാനും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും, അതായത് ഭഗവാനെ നമ്മൾ നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ആശ്രയിക്കാനാവുന്ന ഒരുവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉടയവനും അടിയാനും എന്നതായ ഒരു തലം തുടക്കത്തിൽ അത് ഉണ്ടാകാം. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനായുള്ളവനാണ്, അത് വേറൊരു തലത്തിൽ വർത്തിക്കുന്ന ആളാണ്. പക്ഷെ ഭക്തിയുടെ അവസാനം എത്തേണ്ടത് വാസ്തവത്തിൽ ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്ന തലത്തിലാണ് എത്തേണ്ടത്. പക്ഷെ അവിടെ നമ്മൾ ആ നിലയ്ക്കുള്ളത് ആ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങൾക്ക് കുറെക്കൂടി ശക്തി പകരുന്ന ഒന്നാണ് വാസ്തവത്തിൽ
ശൈവാദ്വൈതത്തിന്റെ ഈ സിദ്ധാന്തവൽക്കരണം എന്ന് നമുക്ക് കാണാം. കാരണം അത് അദ്വൈത വേദാന്തത്തെ ഭക്തിക്ക് ആധാരമായ നിലയിൽ അവതരിപ്പിക്കുന്നു എന്നാണ്. അടിതെറ്റിയ ഭക്തി പ്രസ്ഥാനത്തെ പിടിച്ച് നേരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായി കൂടി നമുക്ക് വേണമെങ്കിൽ ഈ പ്രത്യഭിജ്ഞാ ദർശനത്തെ കാണാം. ആ പ്രത്യഭിജ്ഞാ ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ രസാനുഭവത്തെ അവതരിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. രസാനുഭവം എന്നത് ഉള്ളത് തന്നെയാണ്, ഉള്ളതിനെ മറ്റൊരു പ്രകാരത്തിൽ വെളിവാകപ്പെടുന്നു എന്നതാണ് പറഞ്ഞത്. അപ്പൊ ഭാവം രസമായി അഭിവ്യഞ്ജിക്കപ്പെടുന്നു, പുതുതായിട്ടുണ്ടാകുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ഈ സിദ്ധാന്തത്തെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഉള്ളത് തന്നെയാണ്. ആ ഉള്ളത് പക്ഷേ മറ്റൊരു പ്രകാരേണ മറഞ്ഞിരുന്നു. അത് ഏതെങ്കിലും ഉദ്ബോധകത്തിന്റെ അടിസ്ഥാന സഹായത്തോട് കൂടിയിട്ട് തെളിഞ്ഞു വരുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ കലാകാരന്മാരെ സംബന്ധിച്ചപ്പോ കലാതത്വചിന്തയുടെ മേഖലയിലും വാസ്തവത്തിൽ ഈ ശൈവാദ്വൈതത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ദാർശനികമായിട്ടുള്ള ഒരു അവതരണം, ഏതൊരു കലാകാര ധർമ്മത്തെ കുറിച്ചുള്ള ഒരു അവതരണം അദ്ദേഹം അഭിനവഗുപ്താചാര്യർ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആരും അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല. നാട്യശാസ്ത്ര സന്ദർഭത്തിലും ഈ കലാധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയൊന്നും അവിടെയില്ല. ഇദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാടിന് ശേഷമാണ് വാസ്തവത്തിൽ യോഗിയെ പോലെ ഭോഗിക്കും ആനന്ദാനുഭൂതിക്ക് യോഗ്യതയുണ്ട് എന്നതായ ശൈവാദ്വൈതത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ആനന്ദം എന്നതിനെ അത് ആവിഷ്കാരകനിൽ നിന്നും അനുവാചകനിലേക്ക് എത്തുന്നതായ ഒന്ന്, ആവിഷ്കാരകന്റെ ഹൃദയാന്തർനിഹിതമായ ആനന്ദം പലപ്രകാരേണ ആവിർഭൂതമാകുന്നതായിട്ടാണ് ആസ്വദിക്കപ്പെടുന്നത്. രസം എന്ന രീതിയിൽ ആസ്വദിക്കപ്പെടുന്നത്. അത് ഭാവമായി മറഞ്ഞിരുന്നതാണ്, അത് തെളിഞ്ഞു വരുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു ഇരുന്നു, അല്ലെങ്കിൽ മറഞ്ഞിരുന്നു. അത് പുറത്തേക്ക് വരുന്നു, അഭിവ്യക്തമാകുന്നു. അതാണ് അതിന്റെ സങ്കല്പം. പ്രതി അഭിജ്ഞ, പ്രതി അഭി രണ്ട് ഉപസർഗങ്ങൾ, അതിനോട് ഞാൻ എന്നതായിട്ടുള്ള ധാതു. അപ്പോ അറിഞ്ഞു മറന്ന് ഇരുന്ന ഒന്ന് ഒരു ഉദ്ബോധകത്തിന്റെ സഹായത്തോടു കൂടി വെളിവാക്കപ്പെടുന്നു എന്നതാണ് അതിന്റെ ഒരു സാരം. അപ്പൊ എനിക്ക് തോന്നുന്നു രസാനുഭവത്തിന്റെ പ്രത്യഭിജ്ഞ, വീണ്ടറിവ് എന്നാണ്. നമ്മൾ ഈ റെക്കഗ്നീഷൻ എന്ന വാക്കാണ് വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ അത് പറയുന്നത്. അങ്ങനെ ഒരു വാക്കേ അത് ഉപയോഗിക്കാനാവുള്ളൂ. പക്ഷെ അതിലപ്പുറം ഉള്ള ഒരു അർത്ഥതലം നമുക്കിപ്പോ കാണുന്നുണ്ടല്ലോ. ഈ പ്രതി അഭി എന്ന ഉപസർഗങ്ങൾ രണ്ടെണ്ണം ചേരുമ്പോൾ ആ ഉപസർഗങ്ങളുടെ പ്രയോഗം തന്നെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ അത് മനസ്സിലാകും, എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉള്ളത്. അപ്പൊ ഉള്ളത് തന്നെ വെളിവായി വരുന്നു, അഭിവ്യക്തമാകുന്നു. ആ കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ശൈവാദ്വൈതത്തിന്റെ പ്രത്യഭിജ്ഞാ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭാവാനുഭാവ വ്യഭിചാരീഭാവ സംയോഗാത് രസനിഷ്പത്തി എന്നതായ വാദം, രസ അഭിവ്യക്തിവാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ 1 മണിക്കൂർ പറഞ്ഞത് കുറച്ച് കഠിനമായി പോയോ എന്ന് തോന്നുന്നു. നമുക്കിനി എന്തെങ്കിലും കാര്യങ്ങൾ പരസ്പരം സംവദിക്കാവുന്ന ഒരു സാഹചര്യത്തിലായിട്ട് തോന്നുന്നു. നാരായണ മാഷേ? പക്ഷേ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗവേഷകന്മാർക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങള് എല്ലാം തന്നെ മാഷോട് തുറന്നു പറയാം. ഒരു തുറന്ന സംവാദത്തിനുള്ള വേദിയാണ്. അപ്പൊ എല്ലാവരെയും അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ആരും മടിയൊന്നും കാണിക്കരുത്, കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക. ആരെങ്കിലും തുടങ്ങി വെച്ചാൽ വരും. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായും മനസ്സിലായും തോന്നുന്നു കേട്ടോ. ആരും സംശയം ചോദിക്കുന്നില്ല. ഗവേഷകര് ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്ന ഉള്ളതാണ് ഡിപ്പാർട്ട്മെന്റിലെ. അവര് വരും. ചോദിക്കൂ.
നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കേൾക്കാം പറഞ്ഞോളൂ. ഈ വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി എന്ന് പറയുന്നത് ഭരതന്റെ രസസൂത്രമല്ലേ? അതെ അതെ. അപ്പോ ഈ അഭിനവഗുപ്തനും ആനന്ദവർദ്ധനും അല്ലേ ഇതിനെ പോഷിപ്പിച്ചത്? ഈ രസപദ്ധതിയെ പോഷിപ്പിച്ചത് ആനന്ദവർദ്ധനും അഭിനവഗുപ്തനും അല്ലേ? ഈ സമ്പ്രദായത്തെ, അതായത് അഷ്ടസമ്പ്രദായം ഉണ്ടല്ലോ സാറേ, രസപദ്ധതി, രീതി പദ്ധതി, അലങ്കാര പദ്ധതി, വക്രോക്തി പദ്ധതി, ഔചിത്യ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനകത്ത് സാറ് പറഞ്ഞല്ലോ ആനന്ദം എന്ന് പറഞ്ഞല്ലോ, ആനന്ദം. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഭരതമുനി പറഞ്ഞിട്ടുണ്ടോ? അതായത് 8 രസങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളൂ. ശാന്തം എന്ന് പറയുന്ന 9ാമത്തെ രസം സർവാനാം അംഗീകൃതം എന്നല്ലേ പറയുന്നത്? കാവ്യങ്ങളില് സർവാനാം അംഗീകൃതം എന്നല്ലേ പറയുന്നത്, ശാന്തരസം. അപ്പൊ ഈ ആനന്ദം എവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക? ഈ 8 രസങ്ങൾ മാത്രമല്ല ഭരതൻ പറയുന്നുള്ളൂ. 8 രസങ്ങൾ മാത്രമല്ല ഭരതൻ പറയുന്നുള്ളൂ. 9ാമത്തെ രസം എന്ന് പറയുന്നത് ശാന്തരസമാണ്. ശാന്തരസം സർവാനാം അംഗീകൃതം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആനന്ദം നമ്മൾ എവിടെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? അവിടെയാണ് ഞാൻ ഈ ശാന്തത്തെയാണ് ഞാനതിൽ ആനന്ദമായിട്ട് സങ്കല്പിച്ചതാണ്. വേറെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ പറഞ്ഞില്ല. ആണല്ലേ? ഞാൻ അതാണ് ആനന്ദം എന്ന് ഓർക്കുമ്പോ ഈ ശാന്തം പറയുന്നില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ. ഇത് നിങ്ങൾ ചോദിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആ വാക്കുപോലും ഉപയോഗിച്ചത്. അപ്പൊ എനിക്ക് ശാന്തം എന്ന് കേട്ടില്ല, കാരണം ശാന്തം സർവാനാം അംഗീകൃതം. മോളെ, അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. ആ ഉദാഹരണം നമ്മള് വിബ്ജിയോർ പറഞ്ഞില്ലേ? വിബ്ജിയോർ പറഞ്ഞു സാർ, വയലറ്റ് അത് പറഞ്ഞത് ഞാൻ കേട്ടു. അത് യഥാർത്ഥം ഇത് ഉദ്ദേശിച്ചാണ്, കാരണം അവിടെ വെള്ളയിലെത്തുമല്ലോ എല്ലാം. ശാന്തമാകും, അവിടെ എത്തേണ്ട ശാന്തമാകും. ഓ, അങ്ങനെയാണ്. അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിച്ചു, കാരണം 8 രസങ്ങൾ മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ളൂ. 9ാമത്തെ ശാന്തരസം എന്ന് പറയുന്നത് സർവാനാം അംഗീകൃതം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ പെടുന്നതാണെന്നും പഠിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. പിന്നെ ഈ ടോപ്പിക് ഇങ്ങനെ കേട്ടപ്പോ കേറാന്ന് ഞാൻ കഴിഞ്ഞതാണ് സാർ. അവിടുന്ന് എംഫില്ലായിരുന്നു. എംഫില് എനിക്ക് തോന്നി ശാന്തം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നി. അത് എന്റെ ഒരു കുതന്ത്രമാണ്. അത് ഈ സ്പെക്ട്രം ഒക്കെ കൺസെപ്റ്റും എല്ലാം ഞാൻ ആദ്യപ്പിച്ചാണ്. ചിലപ്പോ ഈ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഇതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇയാൾ എന്ത് വിട്ടിത്ത പറയുന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കതിന് എന്റെ വിട്ടിത്തം പറയാലോ. സാറേ ഇപ്പൊ വ്യക്തമായി കാരണം മനസ്സിലായി. താങ്ക് യു സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമ്മുടെ സാങ്കേതത്വം പറഞ്ഞല്ലോ സാറേ, 25 തത്വങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അത് ശൈവിസത്തിലും അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്നു. അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു അത്. 36 തത്വങ്ങൾ ഇവർക്ക് മൊത്തമുണ്ട്. അത് ഞാൻ 36 പറഞ്ഞു. നിങ്ങൾ കൂട്ടിയപ്പോ കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് നിങ്ങൾ കൂട്ടണ്ടേ? കുറച്ച് എഴുതി വെച്ചു സാറ് പറഞ്ഞപ്പോ കുറച്ച് എഴുതി വെച്ചിരുന്നു, പിന്നെ കുറച്ച് കിട്ടിയില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ ചില ഭാഗങ്ങളിലെ എഴുതാൻ പാകത്തിൽ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ പോവുകയായിരുന്നു ഒരു ജനശതാബ്ദി മോഡൽ അല്ലേ? അത് തന്നെ എനിക്ക് തോന്നി. എല്ലാ ദർശനങ്ങളെയും ടച്ച് ചെയ്തിട്ട് പറഞ്ഞു സാറ്. എല്ലാ ദർശനങ്ങളും, അതായത് എല്ലാ ഭാഗത്തും ടച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് രസസമ്പ്രദായം എങ്ങനെയാണെന്നുള്ള കാര്യം ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം സാർ. സന്തോഷം. ഇനി വരട്ടെ. ഇത് മണ്ഡനമേ ആയുള്ളൂ, ഇനി ഖണ്ഡനമാകാം. പറയൂ, ഇതുപോലെ പറയൂ. സംസാരിക്കൂ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയൂ. ഈ ഞാൻ പറഞ്ഞത് ഈ ആചാര്യന്മാരുടെ ഒക്കെ പേരുകൾ വേണ്ടേ നിങ്ങൾക്ക്? എന്റെ റിസർച്ച് ടോപ്പിക്കാണ് ഉത്പലദേവന്റെ സിദ്ധിത്രയി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉത്പലദേവന്റെ സിദ്ധിത്രയി അപ്പൊ സംശയതാണ്, യോഗിക്കും ഭോഗിക്കും ഒരുപോലെ ഈശ്വരാവബോധം ഉണ്ടാവണോന്ന് പറഞ്ഞു. ഉപാധികളൊന്നും ഇല്ലാണ്ട് പറഞ്ഞില്ലേ? യോഗി പറയുമ്പോ ഈ അഷ്ടസിദ്ധികളൊക്കെ പ്രാപിച്ച് അങ്ങനെ ഒരു ലെവലിരിക്കുന്ന ആളും, ഭോഗി എന്ന് പറയുമ്പോ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകി ദുഃഖം പീഡനകളൊക്കെ അനുഭവിക്കുന്ന ഒരാളല്ലേ. അപ്പൊ എങ്ങനെയാ സമാനമായിട്ട് അവർക്ക് ഈശ്വരാവബോധം വരിക?
അതാണ് ഈ സിദ്ധാന്തത്തെ വേറിട്ടതാക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, യോഗിയും ഭോഗിയും. ആ പ്രയോഗം അത് തന്നെയാണ്. മോളിപ്പോ പറഞ്ഞില്ലേ, എല്ലാവർക്കും ആനന്ദാനുഭൂതിക്ക് യോഗ്യതയുണ്ട്, അർഹതയുണ്ട് എന്നത് സ്ഥാപിക്കപ്പെടുകയാണ് ശൈവാദ്വൈതത്തിന്റെ കാതലായിട്ടുള്ള അവരുടെ തത്വം. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം, ശൈവത്തെ സംബന്ധിച്ച് നോക്കൂ, അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുമ്പോൾ, വേദാന്തികൾ പറയുമ്പോൾ, ശൈവം പറയുന്നത് എന്താണ്? ശിവോഹം. അതാണ് ശിവോഹം എന്ന് പറയും. അത് മറിച്ചെന്ന് പറയുന്നില്ലേ ഉള്ളൂ. പക്ഷെ ഈ അഹം ബ്രഹ്മാസ്മിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്, അല്ലേ? അധികാരി വിഷയ സംബന്ധ പ്രയോജനമൊക്കെ പറയുമ്പോൾ വലിയ പാടല്ലേ ആൾക്കാരും ചെയ്യാൻ പറ്റുക. മറ്റൊന്ന്, സാമൂഹ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പോലും അത് ബ്രാഹ്മണരായിട്ടുള്ള യുവാക്കൾക്ക് മാത്രം, യുവതികൾക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോഴത്തെ കാലമല്ലേ പറയണത്. ഒരു കാലത്ത്, ആ കാലം ഈ പറഞ്ഞതായ 8, 9, 10 നൂറ്റാണ്ടുകളൊക്കെയും കുറച്ചാളുകൾക്ക് മാത്രം പരിമിതപ്പെട്ട ഒരു അധ്യയന മാർഗമായിരുന്നു വേദാന്തം. ആശയമൊക്കെ വളരെ വലുതാണ്. അപ്പൊ അതിനെയൊക്കെ വാസ്തവത്തിൽ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണ് എല്ലാവർക്കും അത് ആനന്ദാനുഭൂതിക്ക് യോഗ്യമാകുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കലാകാരനെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ്, കലയുടെ അവതാരത്തിലൂടെ ആനന്ദാനുഭൂതി എല്ലാവർക്കും സാധ്യമാകും. നമ്മൾ പറഞ്ഞതിനകത്ത് എനിക്ക് ചെറിയ സംശയമുള്ളത് എന്താ, നിങ്ങളുടെ സംശയത്തിന് പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? രണ്ടുപേരും ഇപ്പൊ യോഗിയായാലും ഭോഗിയായാലും രണ്ട് ആസ്പെക്റ്റിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കണ്ടിട്ടാണ് ചോദിക്കുന്നത്. രണ്ട് ജീവിത രീതിയൊക്കെ അല്ലേ, അപ്പൊ രണ്ടു കൂട്ടരും എങ്ങനെ സെയിം ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത്, അതായിരുന്നു സംശയം. രണ്ട് പ്രകാരമാണ് എവിടെ എത്താമല്ലോ, ഒരിടത്തേക്ക് ഏത് പ്രകാരമാണ് എത്താമല്ലോ. പ്രകാരം വ്യത്യസ്തമാണെങ്കിലും ഒരിടത്തെത്തി കൂടെ. അനുഭൂതി എന്നത് അത് വ്യക്തിനിഷ്ഠമല്ലേ? ആണോ? അതെ. ഇനി യോഗി എത്തുന്ന ആനന്ദാനുഭൂതിയെ സംബന്ധിച്ചിടത്തോളം ശൈവർ അംഗീകരിക്കുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഡയറക്റ്റ് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയാ പറയുക. നിങ്ങൾ പറയപ്പെടുന്നതായ യോഗികളുടെ ബ്രഹ്മാനന്ദാനുഭൂതി എന്ന് പറയപ്പെടുന്ന ആനന്ദത്തെ ഭോഗിക്കും ആസ്വദിക്കാൻ അനുഭവിക്കാൻ യോഗ്യതയുണ്ടെന്നാണ് അവർ സ്ഥാപിക്കുന്നത്. ഈ ശിവസ്തോത്രാവലിയില് വായിച്ചിരുന്നു, ഈ എന്താ പറയാ, യോഗികളെക്കാളും അഷ്ടസിദ്ധികൾ പ്രാപിച്ച യോഗികളെക്കാളും ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഈശ്വരാവബോധം ഉണ്ടാകാൻ യോഗ്യത എന്നൊക്കെ പറഞ്ഞു. അത് നാളെ ഈ പ്രത്യഭിജ്ഞാ ദർശനം വരും മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ. കാരണം അതില് നമ്മളൊരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുലം, ക്രമം, സ്പന്ദം, പ്രത്യഭിജ്ഞ, ഇങ്ങനെ 4 സ്കൂളാണുണ്ടായിരുന്നത്. അപ്പൊ അഭിനവഗുപ്താചാര്യനാണ് ഇങ്ങനെ 4നെയും സമീകരിച്ചിട്ട് പ്രത്യഭിജ്ഞാ ദർശനത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ക്ഷേമേന്ദ്രനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്ന ഹൃദയം എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത്. പ്രത്യഭിജ്ഞാ ഹൃദയം, ക്ഷേമേന്ദ്രൻ, അതേ പേരും പറയാൻ വിട്ടുപോയി. ക്ഷേമര. അപ്പൊ അത് അവിടെ എത്തുമ്പോഴത്തേക്കും ഈ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെ മാറും. എന്താണ് ഈ നേരത്തെ വേറെ ചില രസകരമായ സങ്കല്പന ശൈവത്തിലുണ്ടായിരുന്നു. ശിവനാണ് മുഖ്യൻ, ശക്തി അധമയാണ്, ആ സങ്കല്പം ഉണ്ടായിരുന്നു. ശക്തിയാണ് മുഖ്യ. അങ്ങനെയൊക്കെ രണ്ടു തരത്തിലും ശിവനെയും ഇപ്പോഴും ഉണ്ട്. ശിവനെയും ശിവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ശിവനെ പ്രമുഖമായി കൽപ്പിച്ചുകൊണ്ട് ശൈവര്, ശക്തിക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ശാക്തേയരും എപ്പോഴും ഉണ്ടത്. പണ്ട് അതിനേക്കാളായിരുന്നു. പക്ഷെ ഇതിനൊന്ന് സമീകരിച്ച് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നതായ ഒരു ശൈവ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് പിന്നീട് എത്തുന്നുണ്ട്. അത് ശിവദൃഷ്ടിയിലും അതുപോലെ തന്നെ ശിവതത്വത്തിലും സ്പന്ദകാരികയിലും ഒക്കെ ഈ പറഞ്ഞതായ തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാം കേട്ടോ. മനസ്സിലായോ? ഓക്കെ. എന്ത് പറയുന്നു സാറേ? നമസ്തേ. നമസ്കാരം സാറേ, എനിക്ക് ശൈവ അദ്വൈതത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല, എങ്കിലും സാറിന്റെ ക്ലാസ് മുഴുവൻ കേട്ടു. അതിൽ നിന്ന് മാത്രമുള്ള അറിവേ ഉള്ളൂ. എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും
ഇപ്പോ ഒരു ക്ലാസിക് വന്നിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ക്ലാസിക് ആയിട്ടുള്ള ദർശനങ്ങളെ ഭക്തി പ്രസ്ഥാനത്തിന് ഒരു അപജയം വന്നപ്പോൾ ഭക്തി മീൻസ് ഒരു സാമാന്യ ജനങ്ങൾക്ക് കൂടി പ്രാപ്യമാകുന്ന രീതിയിൽ, എന്നാൽ അതിനെ ടെക്നിക്കലായിട്ട് ഒരു കുറവും വരാതെ ഒരുപാട് എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പുതിയ ആവിഷ്കാരത്തോടുകൂടി വേദാന്തത്തെയും യോഗത്തെയും അല്ലെങ്കിൽ അന്ന് കാലം വരെ നിലനിന്നിരുന്ന പലതിനെയും അതിന്റെ എല്ലാം ഒരു കൊൺകാമറേഷൻ ആയിട്ടാണ് ഈ ശൈവാദ്വൈതം വന്നത്. പക്ഷേ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാല്, നല്ല എന്താ പറയുക, പഴം ഭക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം എന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിളാ, ഒരു കുരുത്തക്കെട്ട എക്സാമ്പിളാ, അങ്ങനെ മനസ്സിൽ വന്നപ്പോ. അപ്പൊ ആ പഴം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് അതിനെ കണ്ടിച്ച്, അതും ബോറടിച്ചപ്പോ അതിനെ കണ്ടിച്ച് പഴംപൊരിയാക്കി കൊടുത്തതുപോലെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ബാറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം ശൈവ അദ്വൈതത്തിന്റെ എല്ലാ മിശ്രണങ്ങളും ചേർത്ത് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്തെന്നോ, അല്ലെങ്കിൽ അതിനെ പക്ഷെ അങ്ങനെ പോപ്പുലറൈസ് ചെയ്തപ്പോഴും ഇതിനെ പിന്നീട് എപ്പോഴാണ് അതിനൊരു അപജയം വന്നത്, അല്ലെങ്കിൽ അതെന്തായിരിക്കും പിന്നീട് അത് പൊയ്പോയത്? അതിന്റെ മിസ്റ്റേക്ക് എലമെന്റ് കൂടിപ്പിച്ചാണോ അതോ? അല്ല, ഞാൻ അതുകൂടെ പറയാം. ഞാൻ അത് വാസ്തവത്തിൽ ചർച്ചയ്ക്ക് വിഷയമാകുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു നമുക്കറിയാമല്ലോ, ഈ പിന്നീട് നമ്മളൊരു 16 നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, 14, 15, 16 നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് ഈ അദ്വൈത വേദാന്തം വീണ്ടും വലിയ ശക്തിയോട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലേ? വ്യാഖ്യാനവും ഉപവ്യാഖ്യാനങ്ങളും പുതിയ പുതിയ പദ്ധതികളുമായിട്ട് അദ്വൈത വേദാന്തത്തിന് അത് വീണ്ടും സൈദ്ധാന്തിക തലത്തിൽ അത് കൂടുതൽ ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ നിലയ്ക്ക് പിന്നീട് ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള ക്ഷേമരാജന്റെ പ്രത്യഭിജ്ഞ ഹൃദയാനന്തരമുള്ള കാലത്ത് പിന്നെ ഈ പദ്ധതിയെ ദാർശനികമായി പ്രതിരോധിക്കാൻ ആളുകൾ ഉണ്ടായില്ല എന്നതൊരു പ്രധാന ഘടകമാണ്. പക്ഷെ ഇത് മാത്രമല്ല, ഇതിന്റെ ഇത് ആവിർഭവിച്ചതോട് കൂടിയിട്ട്, ഈ ചിന്ത വന്നതോട് കൂടിയിട്ട് ഭക്തി പ്രസ്ഥാനം നടുവിൽ നിവർത്തിയല്ലോ. അപ്പൊ പിന്നെ ഭക്തിയുടെ രീതി പഴയതുപോലെ മാറി. മനസ്സിലായോ കൃഷ്ണാശേ? അത് ഭക്തി നേരത്തെ എങ്ങനെയാണോ നിലനിന്നിരുന്നത്, ഇപ്പൊ ശൈവവും വൈഷ്ണവും എന്ന രീതിയിൽ എങ്ങനെയാണോ നിലനിന്നിരുന്നത്, ഏതാണ്ട് അതുപോലെ പിന്നീട് അത് ഉണ്ടായി. അപ്പൊ പിന്നെ അവർക്ക് ദാർശനികമായിട്ട് ഇതിന് ഒരു പിൻബലം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരികയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ പിന്നെ വ്യാഖ്യാനവും ഉപവ്യാഖ്യാനങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. കാരണം പിന്നീട് ഇങ്ങോട്ട് ഈ 14, 15, 16 നൂറ്റാണ്ടുകളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ അദ്വൈത വേദാന്തത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ പോലും എനിക്കറിയാം, നമ്മളിപ്പോ വേദാന്തം പഠിക്കുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുന്ന വാസ്തവത്തിൽ കലാമണ്ഡലത്തില് അത് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ ചക്രാനന്ദ എന്ന് പറയുന്ന ഒരാള് എവരിതിങ് ഈസ് ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പുസ്തകം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ വിദേശിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഇതിൽ ആകർഷണനായിട്ട് അദ്ദേഹം വേറെ ചക്രാനന്ദ എന്ന പേരൊക്കെ സ്വീകരിച്ച് എവരിതിങ് ഈസ് ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് വളരെ അപൂർവമായിട്ടുള്ള, ഇവിടെ ഉള്ള ആളുകളിൽ അത്തരത്തിലുള്ളതായ ഈ ശൈവാദ്വൈതത്തെ സമീപിക്കുന്ന ഒരു രീതി കണ്ടില്ല. ഞാൻ അതിന് കാണുന്ന ഒരു പ്രധാന കാരണം, ഒന്ന്, ഭക്തി കൾട്ട് പഴയതുപോലെ നിലനിൽക്കാനുള്ള പ്രാപ്തിയിലെത്തി. ഈ ഒരു ദാർശനിക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കൂടാണെന്ന് കൂട്ടിക്കോളും. അതുകൊണ്ട് തന്നെ ഭക്തിക്ക് പിന്നീട് ഇങ്ങനെ ഒരു ദാർശനിക പരിവേഷത്തിന്റെ അല്ലെങ്കിൽ സഹായവും ആവശ്യമില്ലാതെ വരികയുണ്ടായി. മറ്റൊന്ന്, ദാർശനിക വിദ്യ നിലയിൽ വേദാന്തം ഇപ്പോഴും അതിപ്രബലമായ, അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാവുന്ന കാര്യമല്ലല്ലോ, മോശപ്പെട്ട കാര്യമല്ലല്ലോ. സാറേ, ഈ ഹഠയോഗികളുടെ ഒരു ഡെവലപ്മെന്റോട് കൂടി, അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ ഈ ശൈവ സന്യാസിമാര് കുറച്ച് മിസ്റ്റിക് ആയിട്ടുള്ളതും അൺനാച്ചുറൽ ആയിട്ടുള്ള പ്രാക്ടീസസിലേക്ക് പോയതോടുകൂടിയും ഇത് ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് വിചാരിക്കണം. കാരണം ഇതും അതുപോലെ തന്നെയാണ്. കാരണം ഈ കുലംക്രമമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പഞ്ചമകാര സേവയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പറയാതെ ദീർഘമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ 9-ാം തീയതി വരുന്ന എന്റെ പേപ്പർ അത് തന്നെയാണ്. അപ്പൊ അവിടെ ഇത് ഒരുപാട് കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറയാതെ പോയത്. ഈ മുമ്പ് ഈ എങ്ങനെയാണോ നിലനിന്നിരുന്നത്, ഇപ്പൊ ഭക്തി പ്രസ്ഥാനം നിലനിന്നത്, അതുപോലെ ഇപ്പോഴായതുപോലെ തന്നെ ഈ ശൈവത്തിന്റെ ആദ്യകാലങ്ങളിലെ കുലം ക്രമം എന്നതായ കാലഘട്ടത്തിലുണ്ടായ പഞ്ചമകാര സേവ ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ തന്നെ ഇപ്പോഴും ആചരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ ഈ
എന്താണ് അഘോരികൾ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കണ്ടിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരെല്ലാം ഇതിന്റെ ഈ സിദ്ധാന്ത പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അപജയം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ദർശനങ്ങളില് യോഗയ്ക്കാണ് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഒരു വൈബ് ഉണ്ടായേക്കുന്നത്. അതെ അതെ അതെ, അത് ഇപ്പോഴും അതിന് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുന്നത്. ഓക്കെ സാർ, താങ്ക് യു. പക്ഷെ ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. നമ്മുടെ കുട്ടികളെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു, പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷെ ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലെ ഈ ഒരു പത്യധികരണം എന്നൊരു അധികരണമുണ്ട്. ഈ പത്യധികരണത്തില് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ഡിന്യന്റെ ഭാഷ്യത്തില് വന്നിട്ടുള്ള പഞ്ചാർത്ഥ ഭാഷ്യത്തില് വന്നിട്ടുള്ള പാശുപത സിദ്ധാന്തങ്ങളെയും അതുപോലെ ശൈവത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ട്രീമുകളെയും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു എന്താ പറയുക, എഫിഷ്യന്റ് കോസ് എന്നുള്ള രീതിയിൽ ഈശ്വരനെ അംഗീകരിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും തള്ളിക്കളയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിന് അതുപോലെ തന്നെ നമുക്ക് സ്മൃതി അനവകാശ ദോഷപ്രസംഗാതിഥി ചെയ്ത് എന്നുള്ള ആ ഒരു സ്മൃത്യധികരണത്തില് മറ്റുള്ള അല്ലെങ്കിൽ വേദം അംഗീകരിക്കാത്ത ആഗമങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രാധാന്യവും ശങ്കരാചാര്യരെ തള്ളിക്കളയുന്നുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത് വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ യാമുനാചാര്യരുടെ സിദ്ധിത്രയി എന്ന് പറയുന്ന ഒരു ബുക്ക്, അതുപോലെ തന്നെ ഒരു ആഗമ പ്രാമാണ്യം എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ആഗമ പ്രാമാണ്യം കാശ്മീര ശൈവ സമ്പ്രദായത്തിലുണ്ടായി, അതുപോലെ തന്നെ ഈ വൈഷ്ണവ സമ്പ്രദായത്തിലുണ്ടായി. ഇങ്ങനെ ഈ ശങ്കരാചാര്യരുടെ ഈ ഒരു എന്താ പറയാ, ഈ ശൈവ സിദ്ധാന്തം തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ ഈശ്വരവാദം നിരസിച്ചതിന് എതിരെയുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ തിയോളജിയുടെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടോട് ഇത് അതിന്റെ ആ ഒരു കൾമിനേഷനിൽ എത്തുകയും പിന്നീട് അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഡെവലപ്മെന്റ് വരാതിരിക്കുകയും ചെയ്തു. കാരണം നമുക്ക് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റിസർച്ച് ചെയ്യുന്ന ഇപ്പം ആതിര സംസാരിച്ചു, അതുപോലെ തന്നെ പ്രവീണയുണ്ട്. പ്രവീണ ഒരു സിദ്ധാന്ത ശൈവത്തിലെ ഒരു സംസ്കൃത ഗ്രന്ഥമാണ് റിസർച്ച് ചെയ്യുന്നത്. അതായത് ശൈവ പരിഭാഷ എന്നാണ് അതിന്റെ പേര്. അത് ശരിക്കും ദ്വൈത ഗ്രന്ഥമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രീമിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായി. പക്ഷെ പിന്നീട് എന്താ പറയാ, റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ റിലീജിയസ് സെൻട്രിക് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, തിയോളജിയൊക്കെ തന്നെ ഇതിൽ നിന്ന് മാറി പിന്നീട് പോവുകയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയോ ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വിജ്ഞാന ഭിക്ഷുവും അദ്ദേഹത്തിന്റെ ദർശനമൊക്കെയാണ് പിന്നീട് പ്രോമിനൻസിലേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള ഈ ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങളൊക്കെ ഏതാണ്ട് പുറകിലേക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഗവേഷകരായിട്ടുള്ള കുട്ടികൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് പഠിക്കുക, വിശകലനം ചെയ്യുക. അല്ല, അതന്നെ, അത് നമ്മളെ പറഞ്ഞ അതാണ്. അതെല്ലാം തന്നെ വളരെ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട് കാര്യത്തിൽ. അത് ഈ നമുക്ക് പിന്നീട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒക്കെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് നമ്മൾ കണ്ടില്ലേ, അത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പിന്നീട് അതിശക്തമായ രീതിയിലേക്ക് അത് മാറുകയാണ്. ആ ദാർശനിക പരിവേഷമൊന്നും പിന്നെ വേണ്ട, ആ സ്ഥിതിയിലെത്തി. പക്ഷെ നമ്മളിപ്പോ 8-9 നൂറ്റാണ്ട് 10 നൂറ്റാണ്ടുകളെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ക്രൈസിസ് ആയിരുന്നു ആണ് ഭക്തി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. യെസ്, ഇനി ആരാ ക്വസ്റ്റ്യൻസ് വരട്ടെ? ഹലോ, നമസ്കാരം സാർ. പറയൂ സാർ, ഞാൻ വിശിഷ്ടാദ്വൈതത്തിലാണ്, വിശിഷ്ടാദ്വൈത ഭാഷ്യത്തിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ആളാണ്, അനന്യാണ്. സാർ, ഇപ്പം ഇതിലേക്ക് ടെക്സ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരു ഭോഗ്യ സാഹിത്യം അങ്ങനെ എന്തോ ഉണ്ടെന്ന്, അങ്ങനെ ഒരു ക്ലിയർ ആയില്ല, വ്യക്തമായില്ല. ഭുക്തി സാഹിത്യോ ഭോഗ്യ സാഹിത്യം അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാല് ഉപാസകന് ബ്രഹ്മത്തെ ഉപാസിച്ച് ബ്രഹ്മത്തെ നേടുമ്പം അത് അനുഭവിക്കുന്നതാണോ, അത് എങ്ങനെയാണെന്നുള്ളത് അത് ശൈവാദ്വൈതത്തിലുണ്ടോ, അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇല്ല, അങ്ങനെ ബോധമില്ല. ഞാൻ പറഞ്ഞില്ല, ആകെ ഉള്ളത് ആനന്ദാനുഭൂതി എന്ന് മാത്രമേ ഉള്ളൂ. അനുഭൂതി തലം എന്ന് പറയുന്നത് ആനന്ദമാണ്. അനുഭൂതി തലത്തിലെത്തുന്നത് ആനന്ദമാണ്. അതിന് മുകളിലാണ് നമ്മൾ ബാഹ്യമായിട്ടുള്ള അനുഭവ തലമാണ് വാസ്തവത്തിൽ ഈ രസങ്ങളൊക്കെ ഉള്ളത്. അനുഭൂതി തലം ആനന്ദമാണ്. ആനന്ദം എന്ന് പറയുന്ന ഈശ്വരനാണ് അല്ലെങ്കിൽ ശിവനാണ്. അത്രയാണ് അത് ഈ നമ്മൾ പറഞ്ഞ ബ്രഹ്മം എന്ന സങ്കല്പനത്തെ
ശിവനെന്ന് സങ്കല്പിക്കുന്നു. അത് ഈ ബ്രഹ്മസങ്കല്പനത്തിനുള്ളതായിട്ടുള്ള കുറെ വ്യാഖ്യാനങ്ങൾക്ക് അതീതത്വം കൽപ്പിക്കുന്നു. അതായത് നമുക്ക് പ്രാപഞ്ചികമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ പറയുന്നത് കൊണ്ട് അത് അല്പം പോലും അത് അംഗീകരിക്കാനാകാത്ത ആളുകൾ എന്ന നിലയിൽ ശൈവം ഈ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഭക്തി ഭോഗം എന്ന രീതിയിൽ അവിടെ പറയുന്നില്ല. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. അതായത് യോഗിയെ പോലെ തന്നെ ഭോഗിക്കും, ആനന്ദാനുഭൂതിക്ക് യോഗ്യതയുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയായില്ലേ? സർ, അപ്പം ഈ സ്വരൂപത്തില് ബ്രഹ്മമായിട്ട് മാറുന്നുണ്ടോ, അതോ അനുഭവിക്കുകയാണോ, അതോ അല്ലല്ലോ, വേദാന്തത്തിൽ പറയുന്നതാണ് അങ്ങനെ ആയി മാറുകയല്ലേ. നമ്മൾ ഇവിടെ അങ്ങനല്ല, അനുഭൂതി തലമാണ്, അനുഭൂതിയാണ്, ഈശ്വരാനുഭൂതിയാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. അതായത് താനും സർവജ്ഞതയിലേക്ക് എത്തുന്നു എന്നതായ സ്ഥലത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ത്രികത്തിന്റെ ഒരു തിരിച്ചുപോക്കുണ്ടല്ലോ. പതി, പാശം, പശു. അത് പാശബദ്ധരാകുമ്പോൾ പതി പശു ആകുന്നു. പാശമറുത്താൽ പശുവിനും പതിയാകാം. അതാ സംഗതി. വാസ്തവത്തിൽ ഈ പശു എന്ന് പറയുന്ന ആള് പതി തന്നെ ആയിരുന്നല്ലോ. ഇവിടെ നമ്മൾ അതിനെ വെച്ചുകൊണ്ട് അതുപോലെ ഇതെന്ന് പറയാനാവില്ല കേട്ടോ. ബ്രഹ്മാനന്ദാനുഭൂതി എന്നുള്ള കൺസെപ്റ്റ് നമുക്കിവിടെ കാണാനാവില്ല കേട്ടോ. ഉപാസകനും ഉപാസ്യമായിട്ടുള്ള ബ്രഹ്മവും രണ്ടു തന്നെയാണ്. എന്നാലും ബ്രഹ്മം വരുന്നില്ലല്ലോ, ശിവനല്ലേ. അതല്ലേ ആ ടെക്നിക്കൽ ടേം തന്നെ മാറ്റിയത്. വിവർത്തം മാറ്റി, ബ്രഹ്മം മാറ്റി, മായയുടെ തന്നെ പിന്നെ രൂപം മാറ്റി. അപ്പൊ അത് ഇതായിട്ട് നമ്മള് ചേർത്ത് പറയണ്ട. ടെർമിനോളജിയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കോൺടെക്സ്റ്റ് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അല്ല, ബ്രഹ്മാവാപ്തിയുടെ സമയത്തും ഉപാസകനായിട്ടുള്ള ആളും ശിവനും വ്യത്യസ്തമായ രണ്ടായിട്ട് തന്നെ ഇരിക്കുവാണ് അല്ലെ? അല്ലല്ലോ, പൂർണ്ണനായ ശിവനായി മാറുകയല്ലേ. അതാണ് സങ്കല്പം. അതായത് താൻ തന്നെയാണ് പൂർണ്ണനായ ശിവനെന്ന് തിരിച്ചറിയുന്നത്, താൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ നമ്മളിവിടെ ജീവിക്കുന്ന ആള് തന്നെയാണല്ലോ, പക്ഷേ താൻ ആ പൂർണ്ണനായവൻ തന്നെയാണെന്ന ബോധ്യത്തിലെത്തുകയാണ്. യെസ്. ഞാന് നമുക്ക് ഇപ്പൊ 1.5 മണിക്കൂറോളാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങള് ഇതിൽ ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഒരു കവിത രചിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ആലപിച്ചെന്ന് അവസാനിപ്പിക്കാമോ? എന്ത് പറയുന്നു നാരായണ മാഷെ? ആയിക്കോട്ടെ സാറേ, ചെയ്യാം, പ്രശ്നമില്ല. ഇപ്പൊ പറഞ്ഞ ഈ ആശയങ്ങൾ ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന നിങ്ങൾക്ക് അത് ഒരുപക്ഷെ മറ്റെവിടെയും ഉള്ളതിനേക്കാൾ ആസ്വാദ്യമായി തോന്നുന്നു വിചാരിക്കണം. ഞാനിപ്പോ അതിനൊരു പിന്നാമ്പുറം ഉള്ളത്, ഈ കലാമണ്ഡലത്തില് നമ്മുടെ ഒരു വള്ളത്തോളിന്റെ ജന്മദിനമാണ്. ആ സമയത്ത് നമ്മളവിടെ ഒരു നൃത്ത സംഗീതോത്സവം സംഘടിപ്പിക്കുമായിരുന്നു, നിള ദേശീയ നൃത്ത സംഗീതോത്സവം. അപ്പൊ അവിടെ 2013 ശ്രുതിസാഗർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പുല്ലാങ്കോൾ കച്ചേരി അവതരിപ്പിക്കുകയും ഉമ്പായിയുടെ ഗസൽ 2 ദിവസമായിരുന്നു. അത് മുൻപ് പിന്നീട് ഈ രണ്ടും ഒന്ന് ആസ്വദിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി 2013. ഒപ്പം ഈ രസസൂത്ര വ്യാഖ്യാനവും തലയിലുണ്ടായിരുന്നു. അഭിനവഗുപ്തന്റെ ഈ യോഗിക്കും ഭോഗിക്കും ഒരേ ആനന്ദാനുഭൂതി എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോ തോന്നിയ ചില വരികളാണ് ശ്രുതിസാഗരം ഉമ്പായി. നിങ്ങളിനി സാറിന്റെ കവിത കൂടെ കേൾപ്പിച്ച് വീഴുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനെനിക്കത് നാരായണ മാഷെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെ. ഓക്കെ. മഥനമൊരു നടനമായാദിയിൽ ശിവരൂപ പദചലന വിന്യാസമൊരു പരിസ്പന്ദമായി തുടരവേ ആനന്ദമൊഴുകി പരന്നുലകിൽ ഘനഹൃദയ ചഷകം വഴിഞ്ഞിതാ. മഥനമൊരു നടനമായാദിയിൽ ശിവരൂപ പദചലന വിന്യാസമൊരു പരിസ്പന്ദമായി തുടരവേ ആനന്ദമൊഴുകി പരന്നുലകിൽ ഘനഹൃദയ ചഷകം വഴിഞ്ഞിതാ. രതി ശോകാദികൾ ഭിന്നഭാവങ്ങളാ ഹൃദയ തടങ്ങളിൽ ഉറവ പൊട്ടിത്തതാ.
രസകലോലിനികൾ അമൃതവാഹികൾ സിരാകൂലം തകർത്തലച്ചാർത്തിടുന്നു. യോഗിയെപ്പോലെ ഈ ഭോഗിയും ആനന്ദഭോഗത്തിൽ യോഗ്യനെന്നോതും മഹാമുനെ, കലയുടെ ഉത്തമധർമ്മമായി നീ കാട്ടിത്തരുമൊരു വഴിയിതു സ്വച്ഛശുദ്ധം വരം. ഉള്ളിലുറഞ്ഞുള്ള സത്ത കടഞ്ഞെന്നാൽ ഉണ്ടായി വരും നീരെന്നും ആജീവകം. ഒരു നാദമൊരു ചിത്രമൊരു ചലനമൊക്കെയും തരളിതമാകുവാൻ പോരുമെന്നും. സത്യമീ മണ്ഡപം തന്നിലായിന്നിതാ നിറയുന്നു പുല്ലാങ്കുഴൽ നാദവീജി. മന്ത്രമായി മധ്യമായി താരസ്ഥിതിയിലായി ശ്രുതിസാഗരം ചേർക്കും ഭേദസ്ഥായി. അനുപമരാഗങ്ങൾ നടകൊണ്ടു ഭൈരവി തോടിയും ശങ്കരാഭരണങ്ങളും. അറിയുവാൻ പറയുവാൻ പേരുകൾ പലതുണ്ടിതനുഭൂതി ആനന്ദമൊന്നു മാത്രം. അറിയുവാൻ പറയുവാൻ പേരുകൾ പലതുണ്ടിതനുഭൂതി ആനന്ദമൊന്നു മാത്രം. വിരലുകൾ നിൻ യന്ത്രവേഗം ചലിക്കവേ തുടികൊട്ടുന്നതെന്തു ഹൃദന്തമേ നീ. വിരലുകൾ നിൻ യന്ത്രവേഗം ചലിക്കവേ തുടികൊട്ടുന്നതെന്തു ഹൃദന്തമേ നീ. കേൾപ്പതു മേഘസ്വനമല്ല ചിത്തമേ, നീ നൃത്തമാടിടാൻ മയിലുമല്ല. കേൾപ്പതു മേഘസ്വനമല്ല ചിത്തമേ, നീ നൃത്തമാടിടാൻ മയിലുമല്ല. അടയുന്നതേതു സുഷിരം തുറപ്പതും അറിയുന്നില്ലങ്കുലീ നടനവേകാൾ. ചുണ്ടുകൾ ചുംബിച്ചുണർത്തുക ഗായക, മുളന്തണ്ടു നിൻ കാമിനിയാണു നൂനം. ചുണ്ടുകൾ ചുംബിച്ചുണർത്തുക ഗായക, മുളം തണ്ടു നിൻ കാമിനിയാണു നൂനം. പിന്നെ ഒരു കാറ്റു വയൽപ്പൂക്കളെ തഴുകിയെത്തി ഗസൽ സുഗന്ധമായി. പിന്നെയൊരു കാറ്റു വയൽപ്പൂക്കളെ തഴുകിയെത്തി ഗസൽ സുഗന്ധമായി. നിളയിലെ ഓളപ്പരപ്പിൽ നിലതറ്റി പളുകളെ ഇളകിയാടി നിലാക്കിണ്ണം. നിളയിലെ ഓളപ്പരപ്പിൽ നിലതെറ്റി പളുകളെ ഇളകിയാടി നിലാക്കിണ്ണം. നോവുകൾ വിരഹങ്ങൾ ഭക്തി കാമങ്ങളും നേരിൻ നെരിപ്പോടിലെത്തിയു തന്നെയും. പാടി നീയെങ്കിലോ പ്രിയമെഴുമുമ്പായി ഹേ, നിറയുകയാണുള്ളിൽ ഹൃദയാനന്ദം. സൈകാൾ മഹാഗായകൻ നിന്നന്തരംഗത്തിൽ തെളിയുന്നതറിയുകയാണു ഞങ്ങൾ. പാടുക നീ വീണ്ടും ഭുവനതലമാകെ, നിറയട്ടെ ഒഴുകട്ടെ അമൃതമാം നിത്യാനന്ദം. ഇരുമിഴികളടയുന്നു മറയുന്നു ലോകം, ഇരുമിഴികളടയുന്നു മറയുന്നു ലോകം. ഉൾക്കണ്ണിൽ തെളിയുന്നു ശിവമായ ലോകം. ചിതിശക്തി വികസിച്ചു വന്നുവെന്നാൽ, ചിതിശക്തി വികസിച്ചു വന്നുവെന്നാൽ ശിവനാണു ഞാൻ നീയും ശിവമയമതെല്ലാം. ചിതിശക്തി വികസിച്ചു വന്നുവെന്നാൽ ശിവനാണു ഞാൻ നീയും ശിവമയമതെല്ലാം. ആനന്ദമാനന്ദമനന്താനന്ദം, ആനന്ദമാനന്ദമനന്താനന്ദം, ആനന്ദമാനന്ദമനന്താനന്ദം. അപ്പൊ ആ ശ്രുതിസാഗരം ഉണ്ടായി അവസാനിക്കുന്നു. ഇനി എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. സാർ, അപ്പോഴേ സാറിന് പിന്നെ ഔപചാരികമായ നന്ദി പറയുക എന്നതാണ് സാറിന്റെ മനോഹരമായ ഒരു ക്ലാസ്. അതിന്റെ നല്ലൊരു കവിത, അത് തന്നെ ഈ ഒരു ശൈവ സിദ്ധാന്തത്തിന്റെ പശ്ചാത്തലത്തില് സാറ് ശൈവ ദർശനത്തിന്റെ പശ്ചാത്തലത്തില് സാർ എഴുതിയത്. അപ്പോൾ എന്തായാലും സന്തോഷമായി. അപ്പോൾ ഈ ഒരു ഔപചാരികമായ നന്ദി പറയുവാൻ വേണ്ടിയിട്ട് അനഘയെ ക്ഷണിക്കുന്നു. അനഘ. എല്ലാവർക്കും നമസ്കാരം. ആചാര്യ വാഗ്വിലാസഃ മാസപ്രവചന മഞ്ജരി എന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ പ്രഭാഷണമാണ് ഇന്നിവിടെ കഴിഞ്ഞത്.
റിസർച്ച് ഫോറം നടത്തുന്ന ഈ പ്രോഗ്രാമിൽ അധ്യക്ഷപദം അലങ്കരിച്ച വേദാന്ത വിഭാഗാധ്യക്ഷൻ നാരായണൻ മാഷിന് റിസർച്ച് ഫോറത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. രസാനുഭവത്തിന്റെ പ്രത്യഭിജ്ഞ എന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രഭാഷണം അവതരിപ്പിച്ച ഡോക്ടർ കെ സുന്ദരേശൻ മാഷാണ്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ സാഖ്യവേദാന്ത തത്വങ്ങൾ കശ്മീരി ശൈവിഷത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ശൈവാദ്വൈതത്തിന്റെ തലത്തിൽ നിന്ന് ആനന്ദം എങ്ങനെയാണ് രസമായി ആവിർഭവിക്കുന്നത്, അതുപോലെ ഈശ്വരനും മറഞ്ഞു നിൽക്കുന്നതിൽ നിന്ന് വെളിപ്പെടുന്നതാണ് പ്രത്യഭിജ്ഞ എന്നിങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുകയുണ്ടായി. ശാസ്ത്രത്തിലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ നല്ലൊരു ക്ലാസ് നൽകിയ സുന്ദരേശൻ മാഷിന് റിസർച്ച് ഫോറത്തിന്റെ പേരിലും വേദാന്ത വിഭാഗത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടിയിൽ സ്വാഗതം അറിയിച്ച റിസർച്ച് ഫോറം കൺവീനർ പ്രവീണ സുരേഷിനും റിസർച്ച് ഫോറത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രീകുമാർ സാർ, ഫ്രാൻസിസ് സാർ, രമ മിസ്, ഷിബ മിസ്, പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാ അധ്യാപകർക്കും എല്ലാ ഗവേഷകർക്കും വേദാന്ത വിഭാഗം റിസർച്ച് ഫോറത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.